ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ കൈവീശി കാണിച്ച്, എനർജറ്റിക് ആയിട്ട് കൈവീശി കാണിച്ച്. ഓക്കെ, കുറച്ച് എനർജി കുറവാണെന്ന് എനിക്കറിയാം. എന്താ കാരണം എന്നും അറിയാം. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതെല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. നമ്മുടെ പ്രെയർ ടൈം ആയിട്ടുണ്ട്. എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. കണ്ണുകൾ അടച്ചിരിക്കുക. യെസ്, ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക്. ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടെ അകത്തേക്ക്, പതിയെ പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടെ അകത്തേക്ക്. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, പതിയെ പുറത്തേക്ക്. ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുക. ഇഷ്ടദൈവത്തെ മനസ്സിൽ സങ്കല്പിക്കുക. ദൈവവിശ്വാസമില്ലെങ്കിൽ ശാസ്ത്രബോധത്തെ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും എല്ലാം തന്നെ ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതുമായ നിങ്ങളുടെ പാരൻസിനെയും ടീച്ചേഴ്സിനെയും മനസ്സിലോർക്കുക. അവരോടൊക്കെയുള്ള സ്നേഹം, ബഹുമാനം ഹൃദയത്തിന്റെ ഭാഷയിൽ അവരെ അറിയിക്കുക. ഒരിക്കൽ കൂടി ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടെ അകത്തേക്ക്, പതിയെ പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം ശ്രദ്ധയോടെ അകത്തേക്ക്. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, പതിയെ പുറത്തേക്ക്. എല്ലാവരും നല്ല പുഞ്ചിരിയോടുകൂടി കണ്ണുകളൊക്കെ തുറന്ന മക്കളെ. യെസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത എക്സാം നമുക്കറിയാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമുക്ക് എക്കണോമിക്സ് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എക്കണോമിക്സിന്റെ റിവിഷൻ ഇന്ന് ഫസ്റ്റ് പാർട്ടാണ്. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് എക്സാമിന് തലേദിവസം 18-ാം തീയതി ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ടീച്ചർ, നമ്മുടെ എക്കണോമിക്സിന്റെ ക്ലാസ് എടുക്കാൻ നമ്മുടെ ടീച്ചർ എത്തിയിട്ടുണ്ട്. യെസ്, ഹായ് മക്കളെ. യെസ്, എല്ലാവരും വീഡിയോ ഓൺ ആക്കുക. യെസ്, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് സെക്കൻഡ് ടേം നോക്കാല്ലേ ടീച്ചറെ? സെക്കൻഡ് ടേം ഫുള്ള് നോക്കില്ല നമ്മള്. അതായത് നമുക്ക് മാക്രോ ഫുള്ള് നോക്കാം അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് മക്കളെ മൈക്രോ ഇക്കണോമിക്സിലെ 5 ചാപ്റ്ററും മാക്രോ ഇക്കണോമിക്സിലെ 4 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ടേമിലുള്ളത്. മൈക്രോ ഫുള്ള് ഉണ്ട്, മാക്രോ 4 ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണോ? യെസ്, അപ്പൊ നമുക്ക് ആദ്യം മൈക്രോയിലെ ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം അല്ലെ? യെസ്, മൈക്രോ ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കാരണം തിയറി പേപ്പർ ആയതുകൊണ്ട് ഇതിനെ വരുള്ളൂ കേട്ടോ. അക്കൗണ്ട്സ് സാറ് ഇന്നലെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇന്ന് അക്കൗണ്ട്സ് കുറച്ച് ടഫായിരുന്നു പറയണ്ട. അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടായിരുന്നു. എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ട് പേപ്പർ, ഇതുവരെ കണ്ടത് വെച്ച് കുറച്ച് ഡിഫിക്കൽട്ട് പേപ്പർ ആയിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, 80 മാർക്കിന് ഞാൻ കണ്ടിട്ടില്ല. 80 മാർക്കിന് എക്സാം എഴുതിയ കുട്ടികൾ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കണം കേട്ടോ. ഷാരി ടീച്ചർ അയച്ചിട്ട് എനിക്ക് അയച്ചു തരാൻ പറയണം കേട്ടോ. യെസ്, അപ്പൊ 60 മാർക്കിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു വരാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അത് റീവാലുവേഷന്റെ വേറൊരു പേരാണത്, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായില്ല അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. യെസ്, അപ്പൊ അതൊക്കെ എന്തായാലും പോട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ചാപ്റ്ററിലേക്ക് പോവാം. സാറേ ചാപ്റ്റർ കാണിച്ചോളൂ. മാർക്കറ്റ് ഈക്വിലിബ്രിയം. യെസ്, ഇതിൽ ആദ്യം നമുക്ക് എന്താ പഠിക്കേണ്ടത്? എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കണം അല്ലെ? എവിടെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്താൻ നമുക്ക് നോക്കണം. യെസ്, അപ്പൊ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഹിയർ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ ആർ ഈക്വൽ. മാർക്കറ്റിലെ ഡിമാൻഡും മാർക്കറ്റിലെ സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം അല്ലെ? ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചാൽ ടീച്ചറെ. യെസ്, ഡയഗ്രാം വരയ്ക്കാം കേട്ടോ. അപ്പൊ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ഏതൊക്കെ കർവ് വരയ്ക്കണ്ടേ? ഡിമാൻഡ് കർവും സപ്ലൈ കർവ് വരയ്ക്കാം. വെറുതെ ജസ്റ്റ് ഒരു ഇൻഡ്യൂട്ട മതി മക്കളെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് അത് ഈക്വൽ ആകുന്ന പോയിന്റിൽ മക്കളെ ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം. അപ്പൊ നമുക്ക് ഇതിന് ഇ എന്ന് കൊടുക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന കർവ് ഒക്കെ എന്താണ് മക്കളെ? ഇങ്ങനെ വരയ്ക്കുന്ന കർവ് എന്താ? ഡിമാൻഡ് കർവ് അല്ലെ? ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇനി ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ എന്താണ്? സപ്ലൈ കർവ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. അപ്പൊ ഇവിടെ ഈക്വൽ ആകുന്ന പോയിന്റ് ഒരു പ്രൈസ് ടീച്ചറെ, ഈ പ്രൈസിന് നമുക്ക് അപ്പൊ എന്ത് വിളിക്കാം? ഈക്വിലിബ്രിയം പ്രൈസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. സിമ്പിൾ ആണ് മക്കളെ. ഈക്വൽ ആകുന്ന പോയിന്റിൽ പ്രൈസിന് നമുക്ക് ഈക്വിലിബ്രിയം പ്രൈസ് പറയാം അല്ലെ?
the price at which quantity demanded is equal to the quantity supply. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആകുന്ന പ്രൈസിനെയാണ് ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. അപ്പൊ ഈക്വൽ ആകുന്ന പോയിന്റിലെ ക്വാണ്ടിറ്റിന് നമുക്ക് എന്ത് വിളിക്കാം ടീച്ചറേ? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നാണ് ആ പോയിന്റിൽ ഈ ക്വാണ്ടിറ്റി നമ്മൾ പറയാം. യെസ്, അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് അറ്റ് ഈക്വിലിബ്രിയം പ്രൈസ്. ഈക്വിലിബ്രിയം പ്രൈസിൽ എത്ര അളവിലാണോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, അതുപോലെ എത്ര അളവിലാണോ സപ്ലൈ ചെയ്യുന്നത്, ആ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയാം. മക്കളെ ക്ലിയർ ആണെങ്കിൽ അത് കഴിച്ച് കാണിച്ച് എല്ലാവരും ക്ലിയർ ആണോ? സെറ്റ് ആണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആകുന്ന പോയിന്റ് ഈക്വിലിബ്രിയം, അതിൽ വരുന്ന പ്രൈസ് ഈക്വിലിബ്രിയം പ്രൈസ്, അതിൽ വരുന്ന ക്വാണ്ടിറ്റി ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സെറ്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ? യെസ്, അതിന് മുമ്പായിട്ട് ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ എന്തൊരു പേര് പറയില്ല ടീച്ചറേ? യെസ്, ഈ ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് എക്സസ് സപ്ലൈ. അത് ഓർത്ത് വെക്കേണ്ട മക്കളെ. ഈ പോയിന്റിൽ നമുക്ക് എന്ത് വിളിക്കാം? എക്സസ് സപ്ലൈ എന്നും, താഴത്തെ പോയിന്റിൽ നമുക്ക് എന്ത് വിളിക്കാം? എക്സസ് ഡിമാൻഡ്. യെസ്, ഈ ഗ്യാപ്പ് എന്താണ്? എക്സസ് ഡിമാൻഡ്. ഇതൊക്കെ ഓർത്ത് വെക്കുക, ചിലപ്പോൾ മാർക്ക് ചെയ്യാനൊക്കെ മേബി വരാം കേട്ടോ. അതൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡ് ക്ലിയർ ആണെങ്കിൽ കാണിച്ചെല്ലാവരും. അത് സിമ്പിൾ ആണ്. ഈ പോയിന്റ് നോക്കിയിട്ട് ഇപ്പുറത്ത് ഏതാന്ന് നോക്കുക നിങ്ങൾ കണ്ടോ. അപ്പൊ എസ് അല്ലേ കിടക്കണം, അപ്പൊ എക്സസ് സപ്ലൈ. ഈ പോയിന്റിൽ നോക്കി ഇപ്പുറത്തെ ഡിമാൻഡിൽ കിടക്കണേ, അപ്പൊ എക്സസ് ഡിമാൻഡ്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു. നമുക്ക് അതൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഉറപ്പായിട്ടും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് ഈ പ്രോബ്ലം കേട്ടോ. പലതവണയും നമ്മുടെ ക്രിസ്മസ് എക്സാമിന്, സെക്കൻഡ് ടേം എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ഇവിടെ ക്യൂഡി നമുക്ക് തന്നിട്ടുണ്ടല്ലേ ടീച്ചറെ? ടീച്ചറെ പറഞ്ഞോളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 200 മൈനസ് പി ആണ്. ആൻഡ് അടുത്തത് നമുക്ക് എന്താ വന്നേക്കണേ? ക്വാണ്ടിറ്റി സപ്ലൈഡ്. അത് എത്രയാണ്? QS is equal to 120 പ്ലസ് പി ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ. ഇത് പറയുന്ന നെഗറ്റീവ് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഡിമാൻഡ് എപ്പോഴും നെഗറ്റീവിലും സപ്ലൈ എപ്പോഴും പ്ലസിലായിരിക്കും നമുക്ക് തരാം അല്ലെ. ഫൈൻഡ് ഈക്വിലിബ്രിയം പ്രൈസ്. അപ്പൊ എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് വേണം നമ്മൾ ഈക്വിലിബ്രിയം പ്രൈസും ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? സാർ ഒരാളെ വിളിച്ചു തരൂ. എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാല്? നമുക്ക് ഒരാളെ വിളിച്ച് ചോദിച്ചാലോ എന്താണ് ഈക്വിലിബ്രിയം? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ആൻഡ്രിയ, എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാ? വാട്ട് ഇസ് ഈക്വിലിബ്രിയം? ഇപ്പൊ പറഞ്ഞല്ലേ വാട്ട് ഇസ് ഈക്വിലിബ്രിയം? പറഞ്ഞ ആൾക്കാര് വേഗം പറയും. വെരി ഗുഡ്, വെരി ഗുഡ് മിടുക്കി. മാർക്കറ്റിൽ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ ആണ് നമ്മുടെ ഈക്വിലിബ്രിയം. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആ ടീച്ചറെ? ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 200 മൈനസ് പി. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 200 മൈനസ് പി എന്ന് കൊടുക്കാം. ഈക്വൽ ടു QS എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? 120 പ്ലസ് പി. 120 പ്ലസ് പി. മക്കളെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. മൈനസ് എവിടെയാണോ കിടക്കുന്നത് അതിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് സിമ്പിൾ ആക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയ മക്കളെ? ക്ലിയർ ആണ് കഴിച്ച് കാണിച്ചേ. അപ്പൊ ഈ മൈനസ് പീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് പീനൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുപോവാം. ന്യൂമറിക്കിനെ നമ്പറിനൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും? യെസ്, ക്ലിയർ. അപ്പൊ നമുക്ക് 200 ആദ്യം നമുക്ക് എഴുതാം. 200. ഇനി നമുക്ക് ഈ പ്ലസ് 120 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഈ പ്ലസ് 120 ഈക്വൽ ടു അപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? നെഗറ്റീവ് 120 ആവും. മൈനസ് 120 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ഈ പി നമുക്ക് ആദ്യം എഴുതാം. ഈ പി ആണ് ആദ്യം എഴുതുന്നത്. എപ്പോഴും ആ സൈഡിലുള്ള ഐറ്റം ആദ്യം എഴുതിയിട്ട് ഇപ്പുറത്ത് തോന്നുന്ന സാധനം എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് ഈ മൈനസ് പി അങ്ങോട്ട് പോകുമ്പോ എന്താവും? പ്ലസ് പി. പ്ലസ് പി. യെസ്. അപ്പൊ പി പ്ലസ് പി എത്ര മക്കളെ? പി പ്ലസ് പി. 200 120 കുറച്ചാൽ 80. Therefore P is equal to 80 by 2. നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. That is equilibrium price. മക്കളെ ഈക്വിലിബ്രിയം പ്രൈസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും നോക്കട്ടെ. എനർജറ്റിക് കൈവശം കാണിച്ചേ. ഈക്വിലിബ്രിയം പ്രൈസ് നമുക്ക് 40 കിട്ടി അല്ലേ? യെസ്. ഇനി ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. ഈക്വിലിബ്രിയം പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഒരു തവണയെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ചെയ്ത് വരുമ്പോഴേ അതിന്റെ ഡിഫിക്കൽറ്റി മനസ്സിലാവുള്ളൂ. അതോടെ ഒരു തവണയെങ്കിലും നോട്ട്ബുക്കിൽ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ നമുക്ക് ഈക്വിലിബ്രിയം പ്രൈസ് കിട്ടിയാൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താ? ഈക്വിലിബ്രിയത്തില് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആണ്. സോ രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ ഏത് ഇക്വേഷനിൽ ഇട്ടാലും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കിട്ടും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 200 മൈനസ് പി അല്ലേ? അപ്പൊ 200 മൈനസ്
40 ദാറ്റ് ഈസ് 160. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ, ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച്. യെസ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിലിടാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇതിലിട്ടാലും കുഴപ്പമില്ല. 120 പ്ലസ് പി അല്ലേ, അപ്പൊ 120 പ്ലസ് 40, അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 160. അപ്പൊ നമുക്ക് ഏതിൽ കൊടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച്, എല്ലാവരും ക്ലിയർ ആയി കാണിച്ചേ. യെസ്, എല്ലാവർക്കും സെറ്റ് ആണ്. ഫൈൻഡ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ when price is 30 and 50, draw a diagram എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇൻഫർമേഷന്റെ ബേസിസിലാണ് കേട്ടോ, ഒരിക്കലും ഈ സിറ്റുവേഷന്റെ ബേസിസിലല്ല, ഈ ഇൻഫർമേഷന്റെ ബേസിസിലാണ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയഗ്രാം വരയ്ക്കാം. അതായത് നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാം തന്നെ വരച്ചാൽ മതി മക്കളെ. ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, സപ്ലൈ കർവ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. യെസ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്, 0 ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ, ഇത് പ്രൈസ് ആണ്. മക്കളെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഏത് മെഷർമെന്റിന്റെ അടിസ്ഥാനത്തില, ഈ മെഷർമെന്റ് അടിസ്ഥാനത്തിലല്ലേ ഇവിടുത്തെ ഈക്വിലിബ്രിയം പ്രൈസ് എത്രയാ? ഈക്വിലിബ്രിയം പ്രൈസ് എത്രയാ? ഈക്വിലിബ്രിയം പ്രൈസ് എത്രയാ? 40. അതെവിടെ മാർക്ക് ചെയ്യണം? നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സിമ്പിൾ. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാ? 160. അപ്പൊ നമുക്ക് എവിടെ മാർക്ക് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യാം. മക്കളെ ക്ലിയർ ആണെങ്കിൽ അത് കൈശി കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? സെറ്റ്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. ഫൈൻഡ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ വെൻ പ്രൈസ് ഈസ് 30 ആൻഡ് 50 അല്ലെ, ആ സിറ്റുവേഷൻ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ആ സിറ്റുവേഷൻ നോക്കിയാലോ ടീച്ചറെ? വളരെ സിമ്പിൾ ആണ്. ആ പ്രൈസിന്റെ അവിടെ നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? 30 50 ഇട്ട് കൊടുത്താൽ. അപ്പൊ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ആ സിറ്റുവേഷൻ കിട്ടും അല്ലെ, മാർക്കറ്റ് സിറ്റുവേഷൻ കിട്ടും. നമുക്ക് നോക്കാം. Yes, first equation. Quantity demand കാണാനുള്ള equation എന്താ? First equation 200 minus P ആണ് quantity demand കാണാനുള്ള equation. Yes, അപ്പൊ quantity demand is equal to, നമുക്ക് ആദ്യം പ്രൈസ് എത്ര കൊടുക്കാം? പ്രൈസ് is equal to 30 വെച്ച് ചെയ്യാം. Yes, പ്രൈസ് നമ്മൾ 30 വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ 200 മൈനസ് പി, അപ്പൊ 200 മൈനസ് 30 ദാറ്റ് ഈസ് 170. ക്ലിയർ ആണ്? കൈസി കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? സെറ്റ്. അടുത്ത QS. QS ആണ് ഇക്വേഷൻ എന്താ? 120 പ്ലസ് പി അല്ലേ, അപ്പൊ 120 പ്ലസ് 30, അപ്പൊ 150. മക്കളെ ഇതിൽ ഏതാ വലുത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണോ ക്വാണ്ടിറ്റി സപ്ലൈ ആണോ വലുത്? ഒരാളെ വിളിച്ചേ. ശ്രീലക്ഷ്മി, ഏതാണോ വലുത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണോ ക്വാണ്ടിറ്റി സപ്ലൈ ആണോ വലുത്? ക്വാണ്ടിറ്റി സപ്ലൈ ആണ്. എവിടെ നിന്ന് നോക്കണേ? കണ്ണ് കാണണ്ട, കണ്ണ് കാണണ്ട. ഇതൊക്കെ റിലോ ഉള്ളു പോയാ എക്സാം കഴിഞ്ഞപ്പോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇതിൽ ഏതാ വലുത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് സപ്ലൈ ആണ്? അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി സപ്ലൈ ആണ് അല്ലെ. ഇതിനെന്താ വിളിക്കുക? ഇറ്റ് ഈസ് എക്സസ് ഡിമാൻഡ്. ഡിമാൻഡ് അല്ലേ മക്കളെ കൂടുതൽ, അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? എക്സസ് ഡിമാൻഡ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും. ക്ലിയർ ആണെങ്കിൽ ചെറ്റിക്കായിട്ട് കൈവശി കാണിച്ച്. അവിടെ അനുഭവം ഹാർട്ടൊക്കെ ഇടുന്നുണ്ട്. അടുത്ത പ്രൈസ് ഇസിക്കൽ എത്രയാ? അനുഭവം തന്നെ വിളിക്കാം സാറേ. അടുത്ത പ്രൈസ് 30 വെച്ച് നമ്മൾ ചെയ്തു അല്ലെ. അടുത്ത പ്രൈസ് എത്രയാ അനുഭവേ? 50. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണടാ? പ്രൈസിന്റെ അവിടെ എന്തിട്ട് കൊടുക്കണം? QD സിക്കൽ ടു, നീ പറഞ്ഞേ. QD സിക്കൽ ടു 200 മൈനസ് 50 ദാറ്റ് ഈസ് 150. QS ഓടാ? എന്റെ കഴിഞ്ഞു. എത്രയാ? ഏതാ വലുത്? അപ്പൊ എന്ത് പറയാം? ക്വാണ്ടിറ്റി സപ്ലൈ ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇറ്റ് ഈസ് എന്താ മോനെ? ഏതാ വലുതാ? കണ്ണും കാണുന്നുണ്ട് ദൈവമേ. ഇവിടെയൊക്കെ എല്ലാവരും റിലേ പോയി. എല്ലാ പിള്ളേരുടെയും ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിനും റിലേ പോയില്ലേ? അക്കൗണ്ടൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാ? സൗണ്ട് ഇല്ലേ? സപ്ലൈസ് ആണോ പറയണേ? എക്സസ് സപ്ലൈ ആണോ പറയണേ? അവര് എടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കണത്. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ച ഈ പ്രോബ്ലം. ഇത് എക്സാം
ഇത് എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെ 99% ചാൻസ് ഉണ്ട്. ഡൗട്ട് എനിക്ക് ചോദിച്ചു ശ്രീജിത്ത് എന്താ പോലെ ഡൗട്ട്? ആദ്യം ഇത് ക്ലാസ് കഴിയട്ടെ, അല്ലാണ്ട് ഞാൻ തീരുമാനിക്കാം ഇട്ട് തരണമെന്ന്. അടുത്താണ് എന്താണ് അറിഞ്ഞേ? എന്താടാ? ആ കിട്ടി. മൈക്രോ 5 ചാപ്റ്റർ, മാക്രോ 4 ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അതിലെ മാക്രോ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. മൈക്രോയിലെ ഈ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ. യെസ് മക്കളെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കൈവശം കാണിച്ചേ നോക്കട്ടെ. എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ചേ. എന്തോ മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ സാറേ. എടാ ഇന്നലെ സാക്രിഫൈസിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ പറഞ്ഞിട്ടായിരുന്നു, അത് ടെക്സ്റ്റിൽ പോലും ഇല്ലാത്തല്ലേ, അത് വന്നില്ല ഇന്നലെ. എവിടെ അൽബാസിന്റെ മുഖത്ത് കാണിട്ടേ മക്കളെ വന്നില്ലേ? കൈവശം കാണിച്ചേ, അതെങ്കിലും വന്നില്ലേ? യെസ്, ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ സാറേ, അതിന് ഞാൻ പറഞ്ഞു കൊടുത്തു ടീച്ചറെ, അതന്നെ വന്നു. അതിന് നന്ദി വേണം നിനക്കൊക്കെ. നന്ദിയില്ലാത്തവൻ അൽബാസ് വിളിച്ചു സാറേ. അൽബാസ് പറയും, നിനക്ക് എന്താ പറയാനുള്ളത്? സാക്രിഫൈസ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ നീ പഠിച്ചു പോയാ? അത് എഴുതിയില്ലേ? ആ പിന്നെ ആ എൻട്രി എഴുതിയില്ലടാ, ആ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒക്കെ. 8 മാർക്കിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ മക്കൾ? അതാണോ കൈവീശി കാണിച്ച 8 മാർക്ക് കുറച്ച് ടഫ് ആയിരുന്നു അല്ലേ? എന്തിനാ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്താടാ? അത് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് മനസ്സിലായോ? റീവാലുവേഷൻ അക്കൗണ്ടിനെയാണ് അത് വിളിക്കുക. അത് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ക്ലാസ്സിൽ. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, നെഹല പറഞ്ഞിട്ടില്ലടാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് റീവാലുവേഷന്റെ വേറൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ നെഹലനെ വിളിച്ചേ. ഓ, ഒരു പോസിറ്റീവ് കിട്ടട്ടെ. നെഹല അത് പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ സ്കൂളിൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ആ കണ്ട, നമ്മളിവിടുന്ന് പറഞ്ഞെടുത്തു. അല്ല ആഷിക്ക് പറഞ്ഞില്ലടാ? ആഷിക്കിന് എന്താ പറയാ? എന്താ ആഷിക്ക്? ആ അല്ലല്ല റീവാലുവേഷൻ ആണ് കേട്ടോ. അതിനെ പറ്റി ചെറുക്ക് അറിയില്ലായിരിക്കും, മാറിപ്പോയതോ. അഡ്മിഷൻ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയും, നോമിനൽ അക്കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പി എൽ അപ്രോപ്രിയേഷൻസ് നോമിനൽ അക്കൗണ്ട് അല്ലല്ല. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ റിട്ടയർമെന്റ് സമയത്തല്ലല്ലോ പ്രിപ്പയർ ചെയ്യണേ. പ്രോഫിറ്റിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്നാണ് ഇത്. നോമിനൽ അക്കൗണ്ട് ചെയ്തല്ലേ, എല്ലാത്തിലും ചെയ്താൽ പറ്റില്ല. നോമിനൽ അക്കൗണ്ട് അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ടൻസി അറിയില്ല, ആളെ MSc എക്കണോമിക്സ് ആണ് കേട്ടോ. ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനോട്ട് അടുത്ത ക്വസ്റ്റ്യൻ. റീസെന്റ് ടീച്ചർ വായിച്ചു. Recently, the government of India have decided to restrict the export of onion towards foreign countries. Diagrammatically illustrate the immediate effect of equilibrium price and quantity of onion in India. Yes, simple. അതായത് recently the government of India have decided, ഈ അടുത്ത് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു? Restrict the export of onion towards foreign country. അതായത് ഫോറിൻ കൺട്രികളിലോട്ടുള്ള ഉള്ളിയുടെ കയറ്റുമതി എന്ത് ചെയ്തു? നിരോധിച്ചു, റെസ്ട്രിക്ട് ചെയ്തു അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ നിരോധിക്കുമ്പോൾ നമ്മൾ ഇവിടെ സപ്ലൈ കുറയ്ക്കും, കാരണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യണ്ടല്ലോ. യെസ്, അപ്പൊ നമുക്ക് എന്താണ് എക്സ്പോർട്ടിങ് നടക്കാത്തത് കൊണ്ട് ഇവിടെ ഉള്ളി ഇങ്ങനെ കെട്ടിക്കിടക്കും. ശരിയല്ല? അങ്ങനെയല്ലേ? അപ്പൊ എക്സ്പോർട്ടിങ് നടക്കാത്തത് കൊണ്ട് ഇന്ത്യയില് ഉള്ളിയുടെ അളവ് ഇങ്ങനെ കൂടിക്കിടക്കും. മനസ്സിലായ മക്കളെ? എക്സസ് സപ്ലൈ എടുക്കും. നമ്മൾ കയറ്റി അയക്കുന്നില്ലല്ലോ. അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഉള്ളിയുടെ അളവ് ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കണം, സപ്ലൈ കൂടി കിടക്കാണ്. പക്ഷെ എന്ന് കഴിഞ്ഞിട്ട് ആളുകൾ ഉള്ളി മേടിച്ചോണ്ടിരിക്കൂ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്തായാലും ഉള്ളിയോടെ കിടക്കുമല്ലേ, അപ്പൊ കുറച്ച് 10 കിലോ ഉള്ളി മേടിക്കാന്ന് വെച്ചാൽ ആരെങ്കിലും മേടിക്കൂ? ഇല്ല. ഉള്ളി നോർമലി വാങ്ങുന്ന ആളുകൾ തന്നെ വാങ്ങുള്ളൂ അല്ലെ? അപ്പൊ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? അതിന് സെയിം ആയിരിക്കും അല്ലെ ടീച്ചറെ? ഡിമാൻഡ്, ആൾക്കാരുടെ ഡിമാൻഡ് സെയിം ആയിരിക്കും. പക്ഷെ എന്ത് കൂടും? സപ്ലൈ കൂടും. ശരിയല്ലേ ടീച്ചറെ? സപ്ലൈ കൂടും. യെസ്, ശ്രദ്ധിക്കാം മക്കളെ. ഇപ്പൊ X ആക്സിസ്, Y ആക്സിസ്. അപ്പൊ ഡിമാൻഡ് കർവ്, ഡിമാൻഡിന്റെ മാറ്റമൊന്നുമില്ല.
സപ്ലൈ എന്തായി? സപ്ലൈ നോർമലി ഇങ്ങനെയാണ് വരിക. അപ്പൊ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സപ്ലൈ കൊടുക്കും. സപ്ലൈ എക്സസ് ആവുമ്പോഴത്തേക്കും പിന്നെ ഒരു സപ്ലൈ കുറക്കില്ലേ? സപ്ലൈ കുറയ്ക്കും. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ ഒരു എഫക്റ്റ് ആണ് പറഞ്ഞേക്കണത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുള്ള എഫക്റ്റ് ആണ് ചോദിച്ചേക്കണത്. അപ്പൊ നമുക്ക് സപ്ലൈ കൂടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കാം. കാരണം സപ്ലൈ അവർ എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ കൂടിക്കിടക്കല്ല ചെയ്യണം. അപ്പൊ സപ്ലൈ കൂടിക്കിടക്കാണ്. പക്ഷെ ഡിമാൻഡിൽ മാറ്റില്ല. ആളുകൾ നോർമലി വാങ്ങുന്ന ഉള്ളിയുടെ അളവിൽ തന്നെ ഉള്ളി മേടിക്കുള്ളൂ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഓക്കെ ആണ് കഴിച്ച് കാണിച്ച്. യെസ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഈക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഈ ഒരു ഫിഗർ വരച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും അല്ലേ? നോക്കിയാൽ നമ്മൾ നോക്കി. യെസ്, ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസ്. യെസ്, ഇതാണ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇപ്പൊ നമുക്ക് സപ്ലൈ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലേ മക്കളെ? സപ്ലൈ കൂടിയില്ലേ? S1 ആയില്ലേ സപ്ലൈ കൂടുമ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് എന്താവും? ഈക്വിലിബ്രിയം പ്രൈസ് കുറയും. ഈക്വിലിബ്രിയം പ്രൈസ് എന്താവും? കുറയും. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയോ കൂടി. യെസ്, കൂടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും കഴിച്ച് കാണിച്ച്. ഫിഗർ ക്ലിയർ ആണെങ്കിൽ എനർജറ്റിക്കായിട്ട് കഴിച്ച് കാണിച്ച് നോക്കട്ടെ. സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഡയഗ്രാം വരച്ചിട്ട് വെറുതെ ഈക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇതിങ്ങനെ EP എന്നൊന്നും എഴുതണ്ട. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതാം. സെറ്റ് ആയില്ലേ മക്കളെ? എനർജറ്റിക് ക്ലിയർ ആയില്ലെങ്കിൽ കഴിച്ച് കാണിച്ച് നോക്കട്ടെ. ക്ലിയർ ആണോ? യെസ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. ആർക്കും ഇല്ല. സെറ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണ്. യെസ്. അപ്പോ ആരാണ്? ഋതിക്ക് നീ എവിടെ പോയി കിടക്കുന്നു? യെസ്, മോളിലേക്ക്. എന്താടാ? അല്ല, എസ് സപ്ലൈ കുറയുമ്പോഴേ ഈക്വിലിബ്രിയം പ്രൈസ് കൂടുക. സപ്ലൈ കുറയുമ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യില്ലേ? ഇപ്പുറത്തേക്കല്ലേ വരും സപ്ലൈ കയറ്. അപ്പൊ മുകളിലേക്ക് പോകും. സത്യ? യെസ്. ഏത് കുറയും? സപ്ലൈ കുറയും, ഈക്വിലിബ്രിയം പ്രൈസ് കൂടും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും. യെസ്. ക്ലിയർ? അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞു മകളെ. ഷുവർ ക്വസ്റ്റ്യൻ. ഷുവർ എന്ന് പറയാനിപ്പോ പേടിയാണ് മകളെ. ഷുവർ ക്വസ്റ്റിലോട്ട് പോവാം. നമ്മൾ റെഡി ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഷുവർ ക്വസ്റ്റ്യൻ കാണിച്ചതാണ് മക്കളെ. പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ്, ഇത് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഷുവർ അല്ലേ? അപ്പൊ എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് ഫ്ലോർ പ്രൈസ്? പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിനുമായി ബന്ധപ്പെട്ടതാണ്. ഫ്ലോർ പ്രൈസ് പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടത്. അതോ ആദ്യം ഓർത്ത് വെക്കുക കേട്ടോ. പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയാണ്? കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഈ സാധനങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ വില കൂടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആ വിലക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ആ പ്രൈസിനെയാണ് എന്ത് വിളിക്കുക? പ്രൈസ് സീലിംഗ് എന്ന് പറയും. അതായത് മാർക്കറ്റിൽ ഒരു സാധനത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആര് പറയും? സാധനങ്ങളുടെ പ്രൈസ്, സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്, മാർക്കറ്റിലെ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആര് പറയുന്നത്? ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ഏതൊരു സാധനത്തിന്റെയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആര് പറയും? ഫാത്തിമ ആദ്യം വന്നിട്ടുണ്ട്. ഫാത്തിമ പറയടാ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്? ഡിമാൻഡിന്റെയും ഓപ്പോസിറ്റ് ഫോഴ്സ്. ഡിമാൻഡും ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ വരച്ച ഗ്രാഫിൽ ഏതൊക്കെ കർവ് ഉണ്ടായിരുന്നേ ഓർത്താൽ മതി, അപ്പൊ കിട്ടും. സപ്ലൈ. വെരി ഗുഡ്. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കുക. അതിനൊരു പേര് പറയുമല്ലോ, ആർക്കെങ്കിലും അറിയോ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ആരാണ് വന്നത്? അതേനെയാണ് അന്നും പറഞ്ഞത്. അന്ന് ഞാൻ എടുത്തപ്പോഴും ആർക്കറിയില്ല. അതേനെ തന്നെ പറഞ്ഞത്. ഏതാടാ? വെരി ഗുഡ്. പ്രൈസ് മെക്കാനിസം. വെരി ഗുഡ്. പ്രൈസ് മെക്കാനിസം. ഇത് ഒരു വട്ടം പറഞ്ഞപ്പോഴും ആദ്യം എങ്ങനെ ഉത്തരം പറഞ്ഞത്, ഇപ്പോഴും ആദ്യം എങ്ങനെ. അപ്പൊ ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. കത്തുന്നില്ല. മനസ്സിലായല്ലേ? പ്രൈസിന്റെ അല്ല, ഡിമാൻഡിന്റെയും സപ്ലൈയുടെ ഫലമായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് പ്രൈസ് മെക്കാനിസം. ഏതൊരു സാധനത്തിന്റെ വില നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇവിടെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ട് നിശ്ചയിച്ച വില സാധാരണ ജനങ്ങൾക്ക് അത് അഫോർഡബിൾ അല്ല. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് ഗവൺമെന്റ് ആ പ്രൈസിന് കുറയ്ക്കും. അതായത് കുറവൊരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുക? പ്രൈസ് സീലിംഗ് എന്ന് പറയും. അപ്പൊ കണ്ട ഫിഗറിൽ കണ്ട മക്കളെ, അപ്പൊ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിലോട്ടല്ലേ പോകുന്നത്? ഈ ഡിമാൻഡ് സപ്ലൈ ഈ ഗ്യാപ്പ് അല്ലേ? ഈ ഗ്യാപ്പ് എന്തിനു തുല്യ? ആർക്കെങ്കിലും പറയാമോ? മുകളിലത്തെ ഗ്യാപ്പ്, താഴത്തെ ഗ്യാപ്പ്. താഴത്തെ ഗ്യാപ്പ് എന്തിനു തുല്യമാ? ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്തേ. ഡിമാൻഡ് സപ്ലൈ താഴത്തെ ഇപ്പുറത്തെ. സാറേ നെഹല പറയടാ, ഏതാണ് ആ ഗ്യാപ്പ്? എന്തിന് ഈക്വൽ ആടാ? ആ ഗ്യാപ്പിന് എന്താ വിളിക്കുക? അവിടെ തന്നെ നമ്മളിപ്പോ ഫിഗർ
നമ്മള് ഫിഗർ വരച്ചില്ലടാ, ഇതാണ് ഈക്വിലിബ്രിയം അല്ലെ. ഇതിന് തൊട്ട് താഴെയല്ലേ പ്രൈസ് സീലിംഗ് പി സി വരിക, പ്രൈസ് സീലിംഗ് അല്ലെ. അപ്പോ എന്ത് സംഭവിക്കും? ഈ ഗ്യാപ്പ് അല്ലേ, ഈ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലേ, ഈ ഗ്യാപ്പ് എന്തിനു തുല്യ? ഈ മോളിലത്തെ ഗ്യാപ്പ് ഞാൻ പറഞ്ഞു, ഇവിടത്തെ ഗ്യാപ്പ് പറഞ്ഞു. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആയി ഗ്യാപ്പ്? പൊക്കോ 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 മോളെ. മക്കളെ ആർക്കറിയാം? ആ യെസ്, ആരാണ്? മേരി ജിൻസി. ഏതാടാ? എക്സസ് ഡിമാൻഡ്. വെരി ഗുഡ്. ഈ ഗ്യാപ്പ് എക്സസ് ഡിമാൻഡും ഇത് എക്സസ് സപ്ലൈ അല്ലേ നെഹല? ബോധം പോയാ? അപ്പൊ ഇത് എന്തിനു കാരണമാകും? പ്രൈസ് സീലിംഗ് ലീഡ്സ് ടു എക്സസ് സപ്ലൈ അല്ല എക്സസ് ഡിമാൻഡ്. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും. പ്രൈസ് സീലിംഗ് എക്സസ് ഡിമാൻഡ്. നിങ്ങളത് ചിന്തിച്ചാൽ മതിയില്ലേ? സാധനങ്ങളുടെ വില കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാരൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വരും, പക്ഷെ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം ഉണ്ടാവൂല. അപ്പൊ ഡിമാൻഡ് ഉണ്ടാവും അവിടെ, പക്ഷെ എന്തുണ്ടാവൂല? സപ്ലൈ ഉണ്ടാവില്ല. അപ്പൊ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വന്നാൽ അത് എക്സസ് ഡിമാൻഡ്. അങ്ങനെ ചിന്തിച്ചാൽ പോരെ, സിമ്പിൾ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, സെറ്റ്. ഇപ്പോഴാണ് മനസ്സിലായത്. ഹലോ ശ്രീലക്ഷ്മി, നിങ്ങൾ ഇപ്പോഴും ഹാങ് ഓവറിലെന്ന് തോന്നുന്നുണ്ട്. പ്രൈസ് സീലിംഗ് ഇറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്. ഇവിടെ ശ്രദ്ധിക്കണം, അപ്പർ ലിമിറ്റ് എന്ന് കാണുമ്പോൾ പ്രൈസ് കൂട്ടിന്നല്ലാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ് ബൈ ദ, അതായത് സാധനങ്ങളുടെ വില അപ്പർ പ്രൈസ് ആണെങ്കിൽ, അതായത് കൂടിയ വിലയാണെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വില കൂട്ടുന്നതല്ല പ്രൈസ് സീലിംഗ്, വില കുറയ്ക്കുന്നതാണ് പ്രൈസ് സീലിംഗ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പർ ലിമിറ്റ് എന്ന് പറയുമെങ്കിലും പക്ഷെ വില കുറയ്ക്കുന്നതാണ്, അതിനേക്കാൾ കൂടാൻ പാടില്ല ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് ആണ്. എക്സാമ്പിൾ ഷുഗർ, റൈസ്, റേഷൻ കടകൾ വഴിയൊക്കെ നമ്മൾ കൊടുക്കുക. റേഷൻ കട, സപ്ലൈക്കോ, മനസ്സിലായി? അവിടെയൊക്കെയാണ് വില കുറച്ച് കൊടുക്കുക. യെസ്, ഇറ്റ് ഈസ് ഫിക്സഡ് ബൈ ഗവൺമെന്റ്. ആരെ ഫിക്സ് ചെയ്യുന്ന? ഗവൺമെന്റ് ആണ്. ബിലോ മാർക്കറ്റ് ഡിറ്റർമിൻഡ് പ്രൈസ്, മാർക്കറ്റ് തീരുമാനിച്ച വിലയിനേക്കാൾ താഴെയായിരിക്കും ഈ വില അല്ലെ. ഇത് എന്തിനു കാരണമാകും? ഇപ്പൊ പറഞ്ഞു നമ്മൾ എന്തിനു കാരണമാകും? എക്സസ് ഡിമാൻഡിന് കാരണമാകും. മക്കളെ ഇത് സെറ്റ് ആണെങ്കിൽ അത് മാത്രമല്ല ഫിഗർ ഷുവർ ആയിട്ടും വരയ്ക്കണം. ഫിഗർ വരയ്ക്കാൻ എവിടെ അവസരം കിട്ടിയോ അവിടെ വരച്ചോ കേട്ടോ. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. സെറ്റ് ആണോ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ. ഈ പ്രൈസ് സീലിംഗിന് കോസസ് ചിലപ്പോൾ വരാം. ഒരു എക്സാം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് സീലിംഗ് എന്തിനൊക്കെ കാരണമാകും? ഇങ്ങനെ വില കുറയ്ക്കും എന്തിനൊക്കെ കാരണമാകും? ആളുകളൊക്കെ റേഷൻ കടകളിലേക്കും സപ്ലൈയിലേക്കൊക്കെ ഓടും അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ടാവും? എന്തുണ്ടാവും? ആളുകളൊക്കെ വില കുറഞ്ഞെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ അവിടെ പോയില്ലേ? സപ്ലൈക്കിലൊക്കെ അരി വന്നതൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യാ? ഓടിപ്പോ അരി മേടിക്കില്ലേ? സപ്ലൈക്കിൽ ക്യൂ നിന്നിട്ട്. അപ്പൊ ലോങ് ക്യൂ ഇൻ ദ റേഷൻ ഷോപ്പ്. ക്ലിയർ ആയോ? റേഷൻ കടകളിലൊക്കെ ലോങ് ക്യൂ ഉണ്ടാവും. പിന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ചില ആളുകൾ എന്താ അറിയോ, അവർക്ക് ചിലപ്പോ അവിടെ നിന്ന് അരിയും മണ്ണെണ്ണയൊക്കെ കിട്ടും, പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വാങ്ങാനായിട്ട് മടിക്കും. അപ്പൊ അവരുടെ വിഹിതം അവരെന്ത് ചെയ്യും? റേഷൻ കടക്കാരെന്ത് ചെയ്യും? റേഷൻ കടക്കാരങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ എന്താ ചെയ്യാറ്? സാധാരണ എന്താ ചെയ്യാ? ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്തേ. നമ്മുടെ അരിയും മണ്ണെണ്ണയും നമ്മൾ വാങ്ങിയില്ലെങ്കിൽ റേഷൻ കടക്കാരൻ നോർമലി എന്താ ചെയ്യാ? അനുഭവം പറയടാ. അനുഭവം നല്ല അനുഭവം ഉണ്ട്. ബ്ലാക്കില് വില കൂട്ടി വിൽക്കും അല്ല. നമ്മുടെ സിനിമാറ്റിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാ? യെസ്. അപ്പൊ ഇതിന് എന്താ വിളിക്കുക മക്കൾ? അങ്ങനെ വില കൂട്ടി പുറത്ത് വിൽക്കുന്നതിനെയാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച്. ഇതും പ്രൈസ് സീലിംഗിന്റെ ഒരു കാരണമാണ് കേട്ടോ. യെസ്. അടുത്ത ഡ്യുവൽ മാർക്കറ്റിംഗ്, അതായത് 2 മാർക്കറ്റിൽ ഒരു സാധനത്തിന് 2 പ്രൈസിൽ വിൽക്കുക. അതന്നെ, അത് ഓർത്ത് വെക്കാട്ടോ. അതിന് കോസസിന് പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി, പേരെ ചോദിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോയാലോ. ലാസ്റ്റ് ടോപ്പിക് ആണ് ഫ്ലോർ പ്രൈസ്. തറവില. യെസ്, ഫ്ലോർ പ്രൈസ്. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റേത് കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. യെസ്, പ്രൊഡ്യൂസറിനോ അതുപോലെ തന്നെ ഫാർമേഴ്സിനോ കണ്ടാല് അത് ഫ്ലോർ പ്രൈസ് ആണ്. ഓർത്ത് വെക്കുക. It is the minimum price of goods and services imposed by the government to protect the producers or farmers. അതായത് പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ മക്കളെ, ഫാർമേഴ്സ് കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ വില കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായിരിക്കും. അപ്പൊ കർഷക ആത്മഹത്യയൊക്കെ വരും അല്ലെ. കർഷക ആത്മഹത്യക്ക് നിങ്ങൾ കണ്ടിട്ടില്ല പേപ്പറിൽ? അതെങ്ങനെയാ വരുന്നത്? അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഔട്ട്പുട്ടിന്റെ വില മാർക്കറ്റിൽ കുറയും. അപ്പൊ ഫാർമേഴ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി, അവർ താങ്ങി നിർത്താൻ വേണ്ടി ഒരു താങ്ങുവില പ്രഖ്യാപിക്കും അല്ലെ. അതായത് മാർക്കറ്റിലെ വിലയിനേക്കാൾ കുറച്ച് വില കൂട്ടിക്കൊടുക്കും കണ്ടോ. അപ്പൊ ഇവിടെ ഡിമാൻഡ് സപ്ലൈ കൂട്ടിമുട്ടി പോയിന്റ് ആണ് ഈക്വിലിബ്രിയം പ്രൈസ്. ഇത് എന്താണ്? വളരെ കുറവാണ്. കർഷകരെ സംബന്ധിച്ച് ആ വിലക്ക് വിറ്റ നഷ്ടമായിരിക്കും. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെട്ട് നീ കുറച്ച് വില കൂട്ടും കണ്ടോ. PF എന്ന മുകളിലേക്ക്. അപ്പൊ അത് PF ഫോർ ഫ്ലോർ പ്രൈസ് എന്നാണ് കേട്ടോ അർത്ഥം. ഇങ്ങനെ ഓർത്താൽ മതി. ഫ്ലോർ പ്രൈസ് അല്ലെ. ഫ്ലോർ എന്ന് പറയുമ്പോൾ ശരിക്കും താഴെയാണ് അല്ലെ. ഫ്ലോർ താഴെയാണ്. അപ്പൊ ഇതെന്താ? മിനിമം പ്രൈസ് ആണ്. ഇത് ലോവർ ലിമിറ്റ് ആണ്. എങ്കിലും മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസിനേക്കാൾ
എന്താ മുകളിലാണ് ഈ പ്രൈസ് വരുന്നത്. യെസ്, അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അത് എന്തിനു കാരണമാവും? ഈ ഗ്യാപ്പ് എന്തിനു തുല്യമാണ് നെഹല? ഫ്ലോർ പ്രൈസ് വരുമ്പോ മുകളിലേക്കല്ലേ പോവാ. അപ്പൊ ഈ ഗ്യാപ്പ് എന്തിനു തുല്യാണ്? അത് എന്തിനു കാരണമാകൂടാ? വെരി ഗുഡ്. എക്സസ് സപ്ലൈ. ഇത് ലീഡ്സ് ടു എക്സസ് സപ്ലൈ. മക്കളെ ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ചിക്കാൻ ചെയ്യാൻ നോക്കട്ടെ. ചിലപ്പോ സെറ്റ് ആണ്. പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസും ഡിഫറൻസ് ചിലപ്പോ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ ഡിഫറൻസ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ നോട്ടൊക്കെ തന്നിട്ടുണ്ട്. നോട്ടില്ലേ കയ്യില് ഉണ്ടെങ്കിൽ ഡിഫറൻസ് നോട്ട് ഉണ്ട് സാർ. നമുക്ക് ലാസ്റ്റ് പ്രീവിയസ് ഇയറിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോ. യെസ് സാറെ കാണിച്ചോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ വായിച്ചോളൂ. Market determined price of paddy in Kerala is ₹21 per kg. But government intervene in the market and sets ₹26 per kg with a view to protect the interest of paddy farmers. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? By what name this policy of government is known? Analyze the consequences of this policy with the help of diagram. അതായത് മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസ് ഓഫ് പാഡി. പാഡിയുടെ കേരളത്തിലെ മാർക്കറ്റ് തീരുമാനിച്ച വില എത്രയാ? ₹21 രൂപയാണ്. ബട്ട് ഗവൺമെന്റ് ഇന്റർവെൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് സെറ്റ് ₹26 per kg. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് ഇതിന് 1 കിലോഗ്രാമിന് 26 രൂപയാക്കി. അപ്പൊ 21 എന്നുള്ള കുറഞ്ഞ വിലയിനേക്കാൾ മുകളിലോട്ട് ഗവൺമെന്റ് ഇപ്പൊ മുകളിലേക്ക് ഇട്ടേക്കണം. 26 മുകളിലേക്ക് ആക്കിയേക്കണത് കേട്ടോ. വിത്ത് വ്യൂ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പാഡി ഫാർമേഴ്സ്. ഫാർമേഴ്സ് കൃഷിക്കാർ അല്ലെ. അത് പാഡി ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെട്ട് എന്ത് ചെയ്തു? യെസ്, പാഡിയുടെ വില 21 നിന്നും 26 ആക്കി. എങ്കിൽ ഈ പോളിസിനെ വിളിക്കുന്ന പേര് എന്താണ് മക്കളെ? ഒരു 100 പേരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. 100 പേര് ഹാൻഡ് റൈസിന്റെ ഉത്തരം പറയാനായിട്ട്. വേഗം ഹാൻഡ് റൈസ് വേഗോട്ടെ. ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ ഉത്തരം ഇതിന്റെ? കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പോ ഇതിന് ഹാൻഡ് റൈസ് ചെയ്യാത്ത ഒരാളെ വിളിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത ഒരാളെ വിളിക്കാം. ഗൂഗിൾ ഉത്തരം ഏതാടാ? പ്രൈസ് സീലിംഗ് ആണോ ഫ്ലോർ പ്രൈസ് ആണോ ഗൂഗിൾ കൃഷ്ണ? പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് അറിയില്ലല്ലേ? ഇവിടെ ആരെ പ്രൊട്ടക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഫാർമേഴ്സ് അല്ല, പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടത് ഏതാ? പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ്. സെറ്റ്. മകളെ ഫ്ലോർ പ്രൈസ് ആണ് കാണിച്ച് നോക്കട്ടെ. ആണോ? എല്ലാവരും ഹാൻഡ് കൈവശുന്നുണ്ട്. ഫ്ലോർ പ്രൈസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഫ്ലോർ പ്രൈസ് എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ആ ഒരു മീനിങ്ങും ഡയഗ്രാം വരച്ച ഫുൾ മാർക്ക് കിട്ടും. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവശി കാണിച്ചേ. ഇത് എക്സാമിന് അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടിപൊളിയായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു അല്ലെ. ഇതിലിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ അത് ഉഷാറായിട്ട് കൈവശി കാണിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാക്രോയിലേക്ക് പോവാം. അപ്പൊ മൈക്രോന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ 18-ാം തീയതിയാണ് ഡിസ്കസ് ചെയ്യുക കേട്ടോ. 19-ാം തീയതിയിലെ പരീക്ഷ 18-ാം തീയതി. അപ്പൊ ഇന്ന് നമ്മൾ മാക്രോന്റെ ഇനി ബാക്കിയുള്ള 4 ചാപ്റ്റർ ഫുൾ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മാക്രോന്റെ ഫസ്റ്റ് ചാപ്റ്റർ. സാറെ കാണിച്ചു. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്. ഇത് ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നതാണ് എന്ന് കരുതി ഇന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഫസ്റ്റ് ടേം അല്ലേ, അപ്പൊ വരൂല എന്ന് കരുതി ആരും ഇരിക്കണ്ട. നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് 8 മാർക്കിന് വന്നു അല്ലെ. അത് ഫസ്റ്റ് ടേമിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. യെസ്, അത് ശ്രദ്ധിക്കണം. യെസ്, അപ്പൊ നോക്കാം. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആരാണ് മക്കളെ? ആരും അറിയും? ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ഹാൻഡ് റൈസ് ചെയ്തേ. മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കൗശിക ആരടാ? Who is the father of macroeconomics? John Keynes. അപ്പൊ who is the father of modern economics? ആഡം സ്മിത്ത്. ഓക്കെ, വെരി ഗുഡ് മക്കളെ. 2 ഫാദർമാരെ പഠിച്ചു കേട്ടോ. ജന്നത്തോട് സാർ ജന്നത്ത് വിളിച്ച്. ഓ, ജന്നത്ത് ഇതൊക്കെ അറിയാലേ. സെക്കൻഡ് വൺ ജന്നത്തെ ഫാദർ ഓഫ് തലകറങ്ങി വീടോ. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാ? ഫാദർ ഓഫ് മാക്രോയോ? ആ, വെരി ഗുഡ് മിടുക്കി. സാധ്യത ഒരു ഉത്തരം കിട്ടിയതാ. നോക്കാം. അപ്പൊ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് മോഡേൺ എക്കണോമിക്സ് ക്ലിയർ ആണ്. കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? വൺ വേർഡ് ചോദിക്കോട്ടോ. ഇനി ഇതിന് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്. ബുക്കിന്റെ പേര് അതുപോലെ തന്നെ ഇയർ പഠിക്കുക കേട്ടോ. അതായത് മാക്രോ ഇക്കണോമിക്സിന്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് അവർ എഴുതിയ ബുക്ക് അല്ലെ. ഏതാണ് ബുക്കിന്റെ പേര്?
പറഞ്ഞോ ടീച്ചറെ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഇത് ആരെ എഴുതിയത്? ജോൺ മൈനാർഡ് കെയ്ൻസ്, JM കെയ്ൻസ് ആണ് കേട്ടോ ഈ ബുക്ക് എഴുതിയത്. 1936 മക്കളെ ഉറപ്പായിട്ടും ചോദിക്കും, പഠിച്ചിട്ട് പോവോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം. ആ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1936. ഓക്കെ അല്ലേ? ഓക്കെ ആണ് കഴിച്ച് കാണിച്ചേ. ഇനി JBC പറഞ്ഞൊരു വേർഡാണ്. ഇത് അങ്ങനെ ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്യാം. JBC പറഞ്ഞ JBC ഒരു എക്കണോമിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അല്ലെ, സപ്ലൈ എന്തുണ്ടാക്കുന്നു? അതിന് സ്വന്തം ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇതിൽ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക് ആണ് എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സ് അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. സാറേ കാണിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. 3 മാർക്കിനൊക്കെ വരാറുണ്ട്. അത് 1929 ചോദിച്ചാലും 1930 ചോദിച്ചാലും ഇതിനെ എഴുതിയാൽ മതി. ഏതോട്ട് 1930 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 1929 ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് ചോദിച്ചാലും 1930 ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് ചോദിച്ചാലും അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. ഓക്കെ, കഴിച്ച് കാണിച്ച എല്ലാവരും. എവല്യൂഷൻ ആണ് ചോദിച്ചത്, ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കരുത്. മാക്രോ ഇക്കണോമിക്സ് എങ്ങനെ ഉടലെടുത്തു, അതിന്റെ ആവിർഭാവം ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ടീച്ചർ വായിക്കുന്നത് ഞാൻ വായിക്കട്ടോ. The Great Depression of 1929 and the subsequent year created huge economic crisis in countries of Europe and North America. It affected other countries of the world as well. ആദ്യത്തെ പാരഗ്രാഫിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കാം അല്ലെ. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ, അതിനുശേഷമുള്ള പിന്നീടുള്ള വർഷങ്ങളില് നമ്മുടെ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഹ്യൂജ് എക്കണോമിക് ക്രൈസിസ്, വളരെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. ഇറ്റ് അഫക്റ്റഡ് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് ആസ് വെൽ. ഇത് മറ്റുള്ള രാജ്യങ്ങളെയും കൂടി അഫക്ട് ചെയ്തു. ക്ലിയർ ആയ മക്കളെ? എല്ലാ രാജ്യങ്ങളെയും എഫക്ട് ചെയ്ത ഒരു വലിയൊരു ഡിപ്രഷൻ ആണ്. യെസ്, അടുത്ത പാരഗ്രാഫ്. This depression proved that the classical notion of full employment and the automatic working of the economy was wrong. Yes. അതായത് ഈ ഡിപ്രഷൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി? ക്ലാസിക്കൽ നോഷൻ ഓഫ് ഫുൾ എംപ്ലോയ്. എപ്പോഴും നമ്മുടെ ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഡിപ്രഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ള ആ ഒരു പ്രസ്താവന റോങ് ആണെന്ന് നമുക്ക് ഇതിലൂടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്തത്. Due to depression, production fell down. Then the classical theory failed to explain the problem of long-lasting unemployment in the economy. Yes, ഈ ഡിപ്രഷൻ കാരണം പ്രൊഡക്ഷൻ കുറയുകയുണ്ടായി, അല്ലെ, സാധനങ്ങൾ ആരും വാങ്ങാതെയായി, കമ്പനികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിനൊക്കെ ഒരു റെമഡി എന്ന പോലെയാണ് നമ്മുടെ JM കെയ്ൻസിന്റെ ബുക്ക് ആയിട്ടുള്ള ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ആ മാക്രോ ഇക്കണോമിക്സ് ഉടലെടുത്തത്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും? ക്ലിയർ കഴിച്ച് കാണിച്ച. യെസ്, ഇതൊരു കഥ പോലെ പഠിച്ചു വെക്കാം മക്കൾ. അതിന്റെ കഥ കൂടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. മക്കളെ ക്ലിയർ ആയോ? കഥ എഴുതിക്കാം. 1929 ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് ചോദിച്ചാൽ 1930 അതുപോലെ മാക്രോ ഇക്കണോമിക്സിന്റെ എവല്യൂഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. അപ്പൊ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് സാറെ കാണിച്ചു. ഡിഫറൻസ് ഉണ്ട്, അത് മൈക്രോയിൽ വരെ പറയാം. ഓരോ ഇക്കോണമിയിലെ മക്കളെ ടോട്ടലി എത്ര സെക്ടേഴ്സ് ഉണ്ട് ടീച്ചറെ? 4 sectors ആണ്. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 4 സെക്ടർ ഏതൊക്കെയാ? ഫേം, സ്ഥാപനങ്ങള്, ഹൗസ് ഹോൾഡ്, കുടുംബം, 3 ഗവൺമെന്റ്, 4 എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആര് പറയും? എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ പറയും എക്സ്റ്റേണൽ സെക്ടർ എന്താണ്? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. എക്സ്റ്റേണൽ സെക്ടർ പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. ആര് പറയും? സെക്കൻഡ് വൺ ആരാ സാറേ? ജിൻസി പറയണ. ജിൻസി. മെഹ്ല നജീബ് ഉണ്ടായിരുന്നല്ലേ? ജിൻസി പറയും. എക്സ്പോർട്ടും ഇമ്പോർട്ടും മക്കളെ ഓർത്ത് വയ്ക്കുക. കയറ്റുമതിയും ഇറക്കുമതിയെയാണ് നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയാം കേട്ടോ. ഓർത്ത് വയ്ക്കാം. യെസ്, അപ്പൊ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഡിഫറൻസ് ബിറ്റ്വീൻ സാറെ കാണിച്ചു. മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഡിഫറൻസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിൽ ഡിഫറൻസ് ഒക്കെ എപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഐറ്റംസ് തന്നിട്ട് മൈക്രോ എന്നും മാക്രോ എന്നും ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും, തരംതിരിക്കാൻ ചോദിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഡിഫറൻസ് പറയാം, എന്നിട്ട് നമുക്ക് അതിനൊരു പ്രോബ്ലം നോക്കാം. മൈക്രോ എന്ന് പറയുന്നത് മൈക്രോ ആണ് അല്ലെ, സ്റ്റഡീസ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദി ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സ് ആണ് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ എന്താണ് മാക്രോ ടീച്ചറെ?
മാക്രോ അപ്പൊ എന്തായിരിക്കും? ഒരു ഇക്കോണമിനെ മുഴുവനായിട്ട് ആസ് എ ഹോൾ പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. പിന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ വേംസ്, ഐവ്യൂ, ബേർഡ്സ് അത് ഓർത്ത് വെക്കാം. വേംസ് പുഴുക്കൾ അല്ലെ, പുഴുക്കളുടെ ആ ഒരു ഐ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോയും, ബേർഡ്സ് പക്ഷികൾക്ക് എല്ലാം വലുതായി കാണാം അല്ലെ, അത് മാക്രോ ആണ് അല്ലെ. മുകളിലോട് പക്ഷികൾ പോകുമ്പോൾ താഴത്തെ ഒരു ഏരിയ ഫുൾ ആയിട്ട് സെറ്റാണ് കേസ് കാണിച്ച ഫസ്റ്റ് ഡിഫറൻസ്. രണ്ട്, മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ്, വൺ വേർഡ് ആണ് കേട്ടോ, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, വരാറുണ്ട്, പലതവണ വന്നിട്ടുണ്ട്. മൈക്രോ ഇക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി എന്ന് മാത്രമല്ലാണ്ട് പറയാം, ഡിമാൻഡ് തിയറി എന്ന് പറയാറുണ്ട് കേട്ടോ, അത് കോസ്റ്റ് തിയറി, ഇതൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കൂടുതൽ വന്നേക്കുന്ന പ്രൈസ് തിയറി എന്നാണ്. അപ്പൊ മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. അപ്പൊ എന്താണ് മാക്രോ? മാക്രോന് നമ്മൾ എന്താ, മാക്രോ മുഴുവനായിട്ട് പഠിക്കുന്നതല്ല, അപ്പൊ നമ്മൾ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നും അതുപോലെ ഇൻകമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻകം തിയറി എന്നും കൂടി മാക്രോ എക്കണോമിക്സിനെ പഠിക്കും. യെസ്, ഇനി മൈക്രോയിൽ നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ പഠിക്കണം? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ഒക്കെയാണ് മൈക്രോയിൽ വരുന്നത്. മാക്രോയിൽ നമ്മളെ പ്രധാനപ്പെട്ട എക്കണോമിക് ഏജൻസ് ആയ ഗവൺമെന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ ഒക്കെ എടുക്കുക. അപ്പൊ ഗവൺമെന്റ്, സെൻട്രൽ ബാങ്ക്, ഇങ്ങനെയുള്ള എക്കണോമിക് ഏജൻസിനെ കുറിച്ചുള്ള അവരുടെ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും മാക്രോയിൽ നമ്മൾ പഠിക്കാം. സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾ മാക്രോ ഇക്കണോമിക്സിൽ എന്തൊക്കെ പഠിക്കുന്നത്? ഗവൺമെന്റ് ബജറ്റ്, റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ്, ഇതൊക്കെയല്ലേ പഠിക്കുന്നത്, അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ മോണിറ്ററി പോളിസി. അപ്പൊ മൈക്രോയിലെ സബ്ജക്ട് ഡിമാൻഡ് തിയറി നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് ഈക്വിലിബ്രിയൊക്കെയാണ് മൈക്രോയിൽ വരുന്നത്. മാക്രോയിലാണെങ്കിലോ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി, ഗവൺമെന്റിന്റെ ഫിസിക്കൽ പോളിസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാക്രോയിൽ. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. ഇവിടെ വേണം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡിഫറൻസ് ചെയ്താ ബേർഡ്സ് ഐ വി, വേംസ് ഐ വി, അതോടെ എഴുതാട്ടോ. വേംസ് ഐ വി, ബേർഡ്സ് ഐ വി കൂടി വേണമെങ്കിൽ എഴുതാട്ടോ. സെറ്റ് ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും. നോക്കട്ടെ, സെറ്റ് ആണോ ഡിഫറൻസ്? നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റൻ അല്ല, ഒരു പ്രോബ്ലത്തിലേക്ക് പോയാലോ? എല്ലാ ക്വസ്റ്റിലേക്ക് പോവാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. താഴെ തന്നിട്ടുള്ള സാധനങ്ങളെ മൈക്രോ എന്നും മാക്രോ എന്നും പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ പറയണം, എക്കണോമിക് ഗ്രോത്ത് ആര് പറയും? എക്കണോമിക് ഗ്രോത്ത് മൈക്രോ ആണോ മാക്രോ ആണോ? എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്തായിരിക്കും വരിക? മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ അത് ഒരു യൂണിറ്റിനെ മാത്രമാണ് എഫക്ട്? അങ്ങനെ ചിന്തിച്ചാൽ പോരെ മക്കളെ? നമുക്ക് ഇതിനെ വിളിക്കാം സാറേ, ഹാൻഡ് റൈസ് ചെയ്യാത്തതിനെ വിളിക്കാം. നിരഞ്ജൻ, എക്കണോമിക് ഗ്രോത്ത് ഏതാണ്? മൈക്രോ ആണോ മാക്രോ ആണോ മോനെ? മാക്രോ. വെരി ഗുഡ്. ഇനി നെഹ്ല നജീബിനെ വിളിക്കും സാറേ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഏതാണ് നെഹ്ല നജീബ്? മൈക്രോ. വെരി ഗുഡ്. ജനറൽ പ്രൈസ് ലെവൽ എന്താ? ജനറൽ പ്രൈസ് ലെവൽ ആരെ വിളിക്കാം? ആരാണ്? ആരോമലെ. ജനറൽ പ്രൈസ് ലെവൽ ഏതാടാ? മാക്രോ അല്ല, മാക്രോ അല്ല കേട്ടോ. അടുത്തത് ഏതാണ് മക്കളെ? പ്രോഫിറ്റ് ഓഫ് എ ഫേം. എ ഫേം ആണ് മക്കളെ, ഒരു ഫേമിന്റെ. ആര് പറയും? അഭിനസീസെ. പ്രോഫിറ്റ് ഓഫ് എ ഫേം ആടാ മൈക്രോ. മക്കളെ സെറ്റ് ആണ്? ബേസിക് കാണിച്ച എല്ലാവരും സെറ്റ് ആണോ? അപ്പൊ ഒരു ടീച്ചറുടെ സാലറിയോ? അഭിഷേക് ടി ആർ വിളിച്ചത് അറിയാം. അഭിഷേക് ടി ആർ, ഒരു ടീച്ചറുടെ സാലറി ഏതാ? മൈക്രോ ആണോ മാക്രോ ആണോ? അഭിഷേക് ടി ആർ സെർച്ച് ചെയ്യൂ. അഭിഷേക് ടി ആറിന്റെ ഹാൻഡ് റൈസ് ഇപ്പൊ കിട്ടല്ലേ? ഉണ്ടല്ലോ. അഭിഷേക് ടി ആറെ പറഞ്ഞോ, ഒരു ടീച്ചറുടെ സാലറി. മൈക്രോ. വെരി ഗുഡ് മക്കൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്? കേസ് കാണിച്ച് നോക്കട്ടെ. സെറ്റ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? അപ്പൊ 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മാക്രോന്റെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 2ാമത്തെ ചാപ്റ്റർ കാണിച്ചു സാറേ. നാഷണൽ ഇൻകം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്. മൈക്രോന്റെ 2ാമത്തെ ചാപ്റ്ററും മാക്രോന്റെ 2ാമത്തെ ചാപ്റ്ററും. 2ാമത്തെ ചാപ്റ്ററുടെ പ്രശ്നം നമ്മുടെ കേട്ടോ, അത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് 2ാമത്തെ ചാപ്റ്റർ ഇതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് കുറച്ച് ഗുഡ്സുകൾ പഠിക്കാം. ആദ്യം ചിലപ്പോൾ എന്തായാലും 1 മാർക്കിന് 2 മാർക്കിന് വരാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫൈനൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡ്സും. ആദ്യം ഫൈനൽ ഗുഡ് ഞാൻ പറയാം. An item that is meant for final user and does not pass through any more stages of production. അതായത് ഒരു ഐറ്റം നമ്മൾ ഫൈനലി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേറൊരു പ്രക്രിയയിലൂടെ കടത്തി വരേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഗുഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫൈനൽ ഗുഡ് എന്ന് പറയാം അല്ലെ ടീച്ചറെ? അപ്പൊ ഈ ക്ലോത്ത്, റെഡിമെയ്ഡ് ഡ്രസ് ഒക്കെ ഫൈനൽ ഗുഡ് ആണ്. മക്കളെ ക്ലിയർ ആയോ? മൊബൈൽ ഫോൺസ് റെഡിമെയ്ഡ് ഗുഡ് ആണ്. അല്ല സോറി, ഫൈനൽ ഗുഡ് ആണ്. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ ഒരു സാധനം വാങ്ങി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് ഫൈനൽ ഗുഡ് ആണ്. അപ്പൊ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മള് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ റെഡിമെയ്ഡ് ഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കോട്ടൺ അല്ലെ, ഫാബ്രിക് വേണം, അതൊക്കെ വേണം. അതൊക്കെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ഗുഡിലേക്ക് പോവാം. അടുത്ത ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്
കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. എന്താണ് കൺസംഷൻ? ഞാൻ പറയാൻ ടീച്ചറെ, ഗുഡ്സ് ദാറ്റ് ആർ യൂസ് ഡയറക്ട്ലി ഫോർ കൺസംഷൻ. ഒരാൾക്ക് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ്, നേരിട്ട് ഉപഭോഗം ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയാം. ഇതിനകത്ത് സർവീസസും ഉൾപ്പെടും, സേവനങ്ങളും ഉൾപ്പെടും. ഈ കൺസംഷൻ ഗുഡ്സിന് നമുക്ക് രണ്ടായിട്ട്, അത് ശരിക്കും ഏകദേശം ഫൈനൽ ഗുഡിന്റെ പോലെ തന്നെയാണ് കൺസംഷൻ ഗുഡ്. ഓർത്ത് വയ്ക്കുക, ഫൈനൽ ഗുഡിന്റെ പോലെ തന്നെയാണ് കൺസംഷൻ ഗുഡ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡ്യൂറബിൾ ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഉണ്ട്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറബിൾ ആര് പറയും? ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആര് പറയും? ഹാൻഡ് ഇതേ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞ ഡ്യൂറബിൾ മക്കളെ, ഡ്യൂറബിൾ ആർക്കറിയില്ലേ? യെസ്, ഒരാളെ വന്നിട്ടുണ്ട് സാറേ. മിൻഹ പറയണ ഡ്യൂറബിൾ എന്ന് പറഞ്ഞ എന്താടാ? ഒരു വട്ടം വാങ്ങിയാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം. TV, ഫ്രിഡ്ജ്, AC ഇതൊക്കെ ഡ്യൂറബിൾ ആണ് അല്ലെ. നോൺ ഡ്യൂറബിൾ പെട്ടെന്ന് കേടായി പോകുന്ന ഗുഡ്സ്, ഇപ്പൊ വെജിറ്റബിൾസ് അല്ലെ, വെജിറ്റബിൾസ്, എഗ്, മിൽക്ക് ഒക്കെ നമുക്ക് നോൺ ഡ്യൂറബിൾ ഗുഡ്സിൽ പെടുത്താം. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ. യെസ്, അതിന് വേറൊരു പേരുകൾ വിളിക്കില്ല. നോൺ ഡ്യൂറബിളിന്റെ വേറൊരു പേരുണ്ടല്ലോ, ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങൾ വിളിക്കുന്ന വേറൊരു പേര് ആർക്കെങ്കിലും പറയാമോ മക്കളെ? പെട്ടെന്ന് കേടായി പോകുന്ന ഗുഡ്സിന് നമ്മൾ വേറൊരു പേര് പറയുമല്ലോ. അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിന്, വേഗം കേടായി പോകുന്ന ഗുഡ്സിന്. യെസ്, ആരുടെ സെലക്ഷൻ പറയണം? പെരിഷബിൾ. വെരി ഗുഡ്. ഇതല്ലേ. അപ്പൊ അടുത്തത് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് പോകാൻ. പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഫൈനൽ ഗുഡ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താ, അതിനെ വീണ്ടും പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രൂപത്തിലൊന്നും മാറ്റം വരുത്തുന്നില്ല. വേറൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? മെഷീൻസ്, ഏതെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ അത്, ബിൽഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സിൽ വരാം. ക്ലിയർ ആയ മക്കളെ? ഒരു ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഗുഡിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പൊ മെഷീനറി ടീച്ചർ പറഞ്ഞല്ലോ, നമ്മൾ മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നതല്ലോ. മെഷീനറികൾ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടല്ലേ ഉപയോഗിക്കുക. അപ്പൊ അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഗുഡ് തന്നെ സെയിം ഗുഡ് തന്നെ എന്താവാം? കൺസ്യൂമർ ഗുഡും ആവാം, ക്യാപിറ്റൽ ഗുഡും ആവാം കേട്ടോ. ഇപ്പൊ ഒരു കാറ് നമ്മൾ മേടിച്ചിട്ട് ടാക്സി ആയിട്ട് ഓടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡും, ആ കാർ നമ്മുടെ സ്വന്തം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലോ അത് കൺസ്യൂമർ ഗുഡും ആവും. അത് ഓർത്ത് വയ്ക്കുക. ചിലപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇന്ന് കണ്ടില്ല അക്കൗണ്ടൻസി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഒരു ഗുഡ് തന്നെ ക്യാപിറ്റൽ ഗുഡും ആവാം, കൺസ്യൂമർ ഗുഡും ആവാം. ഒരു കാറ് മേടിച്ച് സ്വന്തം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൺസ്യൂമർ ഗുഡും, അത് ടാക്സി ആയിട്ടോ യൂബർ ആയിട്ടോ ഓടുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സും ആണ്. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും? ക്ലിയർ ആണോ മക്കളെ? സെറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് പറഞ്ഞോളില്ലേ. അടുത്ത ടോപ്പിക് എന്താണ്? അടുത്ത ടോപ്പിക് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെന്താ കേടുണ്ടാവും അല്ലെ. കുറെ നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയ ആ ഒരു രീതിയിൽ തന്നെ അത് ഓടണം എന്നില്ല. സോ അതിന് വേറെ ടയർ സംഭവിക്കും. അത് ഏത് അസറ്റ് ആയാലും, ഇപ്പൊ മെഷീന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആ മെഷീൻ നമ്മൾ കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെയാണ് അല്ലെ. ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനും എന്താണ്, ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ ഉണ്ടാവുമ്പോ ആ അസറ്റിന്റെ വാല്യൂ കുറയും. അപ്പൊ ഒരുപാട് നാള് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം, വാല്യൂ കുറയും. അതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുക. നമ്മൾ ആദ്യം വാങ്ങിയ സെയിം വിലക്ക് നമുക്ക് വീണ്ടും ഈ നമ്മളുടെ ഫോൺ വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ വാല്യൂ കുറവേ പിന്നെ കിട്ടുള്ളൂ അല്ലെ വിറ്റേന. അതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഡിപ്രിസിയേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കവിഷ്ക്ക്. വാല്യൂ കുറയും, സാധനങ്ങളുടെ വാല്യൂ കുറയും ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താ? നാഷണൽ ഇൻകം, GDP അല്ലേ. എന്താണ് നാഷണൽ ഇൻകം? നിങ്ങൾ +1 തൊട്ട് പഠിക്കുന്ന നാഷണൽ ഇൻകം. ഇനി ചോദിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് എ മണി വാല്യൂ ഫോർ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇക്കോണമി ഇൻ ആൻ ഇയർ അല്ലെ. ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും? യെസ് മക്കളത് ലിലിയ കൈ വീശടാ. ലിലിയ യെസ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലെടുത്തു. അടുത്തത് ലിലിയ ആകെ വിഷമിച്ചിരിക്കുക. ലിലിയ ഒരു ക്ലാസ് ടോപ്പർ അക്കൗണ്ടൻസിലൊക്കെ. ഇപ്പൊ അത് പോയതിന്റെ വിഷമത്തിലിരിക്കുക അല്ലെ ലിലിയ? കുഴപ്പമില്ല, അടുത്തോട്ടെ പിടിക്കാം. ഡബിൾ കൗണ്ടിങ്. എന്താണ് ഡബിൾ കൗണ്ടിങ്? ഡബിൾ കൗണ്ടിങ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സാധനത്തിന്റെ വാല്യൂവിനെ വീണ്ടും അല്ലെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അതായത് നമ്മൾ നാഷണൽ ഇൻകത്തിൽ നമ്മുടെ ഗുഡിന്റെ വാല്യൂ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, ആ സാധനം ഉണ്ടാക്കുന്ന സ്റ്റേജിലും അത് ഫൈനൽ ആവുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരേ സാധനത്തിന്റെ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ നാഷണൽ ഇൻകത്തിൽ എടുത്താൽ
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ കൗണ്ട്. സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും സെറ്റ് ആണ് മക്കളെ. അടുത്ത സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സാറെ കാണിച്ചു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ടീച്ചറെ പറഞ്ഞോ? സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? സ്റ്റോക്ക് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പൊ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് എൻ എക്കണോമിക് വേരിയബിൾ വിച്ച് ഈസ് മെഷർഡ് ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം. അല്ലെ, ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ? ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു സമയത്തിൽ കൂടുതൽ നമ്മൾ ടൈം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ വേരിയബിളിനെ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫ്ലോ എന്ന് പറയുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്, അത് ഡ്യൂറിംഗ് എ പീരീഡ് ഓഫ് ടൈം ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, രണ്ടും തെറ്റിക്കരുത്. പോയിന്റ് ഓഫ് ടൈമും പീരീഡ് ഓഫ് ടൈം. ഇനി ഇവിടെ ആണെങ്കിൽ നോ ടൈം ലിമിറ്റ് ആണ്. സ്റ്റോക്കിന് എന്തില്ല? സമയപരിധി ഇല്ല. ഫ്ലോയിനാണെങ്കിലോ ഇവിടെ ടൈം ഡയമെൻഷൻ, ടൈം ലിമിറ്റ് ഉണ്ട്. കാരണം എന്താ, ഒരു പീരിയഡ് ഓഫ് ടൈം അല്ലേ, അപ്പൊ ടൈം ലിമിറ്റ് അവിടെ വരുന്നുണ്ട്. ഇത് സ്റ്റാറ്റിക് കോൺസെപ്റ്റും അത് ഡൈനാമിക്. സ്റ്റാറ്റിക് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് ഫിക്സഡ് ആയിട്ട് കയ്യിലിരിക്കുന്നല്ലേ. പക്ഷെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുകാൻ അർത്ഥല്ലേ. അപ്പൊ ഡൈനാമിക്, ഫ്ലെക്സിബിൾ, ചേഞ്ചസ്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് മണി, അതായത് പണത്തിന്റെ അളവ്, അതുപോലെ തന്നെ വെൽത്ത്, സമ്പത്ത്, ഇതൊക്കെ സ്റ്റോക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫ്ലോയോ? ഫ്ലോയിന് കൺസംഷൻ വരുന്നുണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഫ്ലോ ആണ്. കാരണം നമ്മൾ ഒരു ഇയറിൽ അങ്ങനെയൊക്കെയാണ് ഈ കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയുമ്പോ പറയാം. അതായത് പീരിയഡിലാണ് നമ്മൾ പറയാം, പീരിയഡ് ഓഫ് ടൈമിലാണ് പറയാം. മക്കളെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. കഴിച്ചു കാണിച്ച എല്ലാവരും സ്റ്റോക്ക് ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വരാറുണ്ട്. ഇത് തൊട്ട് താഴെ ഒരു ടോപ്പിക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണുന്ന ഇക്വേഷൻ. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണുന്ന ഇക്വേഷൻ ആർക്കെങ്കിലും അറിയാമോ? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഒരു എക്സാമിൽ ചോദിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ എന്തായാലും വരും, അപ്പൊ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കാം. മക്കളെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സാറേ കാണിച്ചോ? സർക്കുലർ ഫ്ലോ ഇൻകം ഇൻ ടു സെക്ടർ ഇക്കോണമി. നിങ്ങൾക്ക് 2 സെക്ടർ പഠിക്കാനുള്ളൂ കേട്ടോ. 2 സെക്ടർ ഇക്കോണമിയിൽ സർക്കുലർ ഫ്ലോ ആണ്. അപ്പൊ 2 സെക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ 2 സെക്ടറുകൾ? 2 സെക്ടേഴ്സ് ഏതൊക്കെയാ മക്കളെ? ഹൗസ് ഹോൾഡും ഫേംസും ആണ് 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് ഫേം എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ അല്ലെ. ഫേം എന്ത് ചെയ്യുന്നുണ്ട്? ലേബറും ലാൻഡും ക്യാപിറ്റലും ഓർഗനൈസേഷനും ഒക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 രീതിയിൽ വരയ്ക്കാം. അടിയിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ ഈ ടേം, ഈ കോൺസെപ്റ്റ് താഴേക്ക് എഴുതിയാലും കുഴപ്പമില്ല, ഇത് മുകളിലോട്ട് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒരു ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു ഇത് താഴെ കിടക്കണം അല്ലെ. അല്ലെ, അതെങ്ങനെ എഴുതിയാൽ മതി. കറക്റ്റ് ആയിട്ട് ഫ്ലോ മാർക്ക് ചെയ്യണം മാത്രമേ ഉള്ളൂ. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതായത് ലാൻഡ് കൊടുക്കുന്നതും അതുപോലെ തൊഴിലാളികളും ക്യാപിറ്റലൊക്കെ എവിടുന്ന വരുന്നത്? ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ഫാക്ടർ പേയ്മെന്റ് എന്ത് ചെയ്യും? അത് തിരിച്ച് എങ്ങനെയാ ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡ്സിലോട്ട് കൊടുക്കും. അപ്പൊ ലേബറിന് എന്താ കൊടുക്കുക? വേജസ്. ലാൻഡിന് റെന്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, എന്റർപ്രൈസിന് പ്രോഫിറ്റ്. അപ്പൊ ഇത് പണത്തിന്റെ രൂപത്തിലായതുകൊണ്ട് ഇതിന്റെ മണി ഫ്ലോയും മുകളിലത്തെ റിയൽ ഫ്ലോയുമാണ് കേട്ടോ. ഓക്കെ കാണിച്ചേ. റിയൽ ഫ്ലോ, മണി ഫ്ലോ ക്ലിയർ ആണോ? അപ്പൊ ഇതൊക്കെ എന്തിനാ ഈ ഹൗസ് ഹോൾഡ് മേടിച്ചിട്ടുണ്ടാക്കണേ? സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെ. ആർക്ക് വേണ്ടിട്ട്? ഈ ഹൗസ് ഹോൾഡിന് വേണ്ടിട്ട്. അപ്പൊ ഈ ഫേം എന്ത് ചെയ്യും? ഇത് വെച്ചുണ്ടാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും? തിരിച്ചാർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡ്സിന് കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അതിന്റെ ചെലവ് അല്ലെ, നമ്മുടെ സാധനങ്ങളുടെ ചെലവ് വെറുതെ കിട്ടില്ല, നമ്മള് പൈസ കൊടുക്കണ്ടേ. അപ്പൊ ആ കൺസംഷൻ എക്സ്പെൻഡിച്ചർ തിരിച്ച് ബിസിനസിന് കൊടുക്കും. അപ്പൊ ഇത് മണി രൂപത്തിലായതുകൊണ്ട് ഇത് മണി ഫ്ലോയും ഇത് റിയൽ ഫ്ലോയും ആണ്. ക്ലിയർ ആണ്? റിയൽ ഫ്ലോ, മണി ഫ്ലോയും കൂടെ മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ സാറേ കാണിച്ചോളൂ. അടുത്തലുണ്ട് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റും. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്? ടീച്ചർ പറഞ്ഞോ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് ആണ് അല്ലെ, വിച്ച് കംപ്രൈസസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമുള്ള ഈ ഫൈനൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാ. എക്സാമ്പിൾ റോഡ്, റെയിൽവേ, മെഷീൻസ്, ടൂൾസ്, ബിൽഡിംഗ്സ് ഒക്കെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ല, ഈ പറയുന്ന അസറ്റുകൾ ഇപ്പൊ നോക്കിയാൽ അസറ്റുകളാണ്. ഈ അസറ്റുകൾക്കൊക്കെ ഡിപ്രീസിയേഷൻ വരും അല്ലെ. അപ്പൊ ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അവരുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും ക്ലിയർ ആണ് മക്കളെ? കൈശ്രാ മകളെല്ലാവരും ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് ഏതാണ്? ഇൻഡയറക്ട് ടാക്സും അതുപോലെ നെറ്റ് ഇൻഡയറക്ട് ടാക്സും. എന്താണ് ഇൻഡയറക്ട് ടാക്സ്? ഇൻഡയറക്ട്ലി അല്ലെ. Indirect tax are taxes imposed by the government on goods and services. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് ഇൻഡയറക്ട്ലി ചുമത്തുന്ന നികുതിയാണ് ഇൻഡയറക്ട് ടാക്സ്. എല്ലാവർക്കും അറിയാം GST എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്ലിയർ ആണ്? കൈശി കാണിച്ച എല്ലാവരും
യെസ്. ഈ ഇൻഡയറക്ട് ടാക്സിന് എന്ത് കുറയ്ക്കുമ്പോഴാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുക ടീച്ചറെ? ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡീസ് കുറയ്ക്കണം നമ്മൾ, അപ്പോഴാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുക. നെറ്റ് ഇൻഡയറക്ട് ടാക്സിന് വേണമെങ്കിൽ ഷോർട്ട് ആക്കി NIT എന്ന് പറയാം. അപ്പൊ NIT കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അറിയാത്ത ടേമാന്ന് കാണരുത്. NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പൊ NIT is equal to indirect tax minus subsidy. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും ക്ലിയർ ആണ് മക്കളെ? ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെക്കാം കേട്ടോ. യെസ്. അടുത്ത ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ആർക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയ മക്കളെ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ സ്കോളർഷിപ്പ് കിട്ടിയത് ആർക്കൊക്കെയാ? ആർക്കും കിട്ടിയില്ലേ? ആരും പറയില്ല. സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ? ആർക്കും കിട്ടിയില്ലേ? അപ്പൊ ഇവര് പഠിക്കാത്ത പിള്ളേരാണോ? കൗശിക്. കൗശിക് എത്ര രൂപ കിട്ടിയടാ? 5000 രൂപ കിട്ടി. നീ പ്രതീക്ഷിച്ചായിരുന്നോ? അല്ല, പൈസ കിട്ടുന്നത് ഫുൾ A+ കിട്ടുന്നല്ല, പൈസ കിട്ടുന്നത് പ്രതീക്ഷിച്ചോ? അങ്ങനെയല്ല. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നും അതിന് പൈസ കിട്ടുന്നൊക്കെ നേരത്തെ അറിയായിരുന്നോ? എക്സാം എഴുതുന്ന സമയത്ത് പക്ഷെ നിനക്ക് കിട്ടുന്ന അറിയില്ലായിരുന്നു. ഓക്കെ, ശരി ശരി. ഇനി ആർക്ക് കിട്ടിയത്? നീരജിനെ കിട്ടിയാ? അമ്പടാ, നിനക്ക് എത്ര കിട്ടിയത് നീരജ്? പറയ് നീരജേ, പറയ്. ഓർമ്മയില്ലെന്ന് അവനതുപോലെ ഓർമ്മയില്ല നീരജ്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് ഒന്നുമില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് ആർ ദ യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ഫോർ വിച്ച് നോ സർവീസസ് ആർ റെൻഡേഡ്. ഒരു സർവീസും ചെയ്യാതെ അല്ലെ, ഒരു പണി എടുക്കാണ്ട് പൈസ കിട്ടില്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കിട്ടിയാൽ കൗശികരൊക്കെ കേട്ടോ. അപ്പൊ ഈ സ്കോളർഷിപ്പ് കിട്ടിയ ആൾക്കാർക്ക് ഒരു പണി എടുക്കാണ്ട് കിട്ടിയ പൈസയാണ്. അപ്പൊ ഒരു സർവീസും കൊടുക്കാതെ യൂണിലാറ്ററൽ ആയിട്ട് കിട്ടുന്ന പേയ്മെന്റിനാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാം. എക്സാമ്പിൾ ഓൾഡ് ഏജ് പെൻഷൻ അല്ലെ, വാർദ്ധക്യ പെൻഷൻ. ഈ വയസ്സായ ആളുകൾക്കൊക്കെ പെൻഷൻ കൊണ്ടു കൊടുക്കാറില്ലേ? അത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അതുപോലെ സ്കോളർഷിപ്പ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, തൊഴിലില്ലാത്തവർക്ക് ഇവിടെ വേതനം കൊടുക്കും, അത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ക്ലിയർ ആയ? വിഡോ പെൻഷൻ ഒക്കെ ഇതിനകത്ത് വരും. വിഡോ പെൻഷൻ, വിധവാ പെൻഷൻ. ആ വിഡോ പെൻഷൻ വരും, വിധവാ പെൻഷൻ ഒക്കെ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കൾ തെറ്റിക്കാണ്ട് കഴിച്ച്. ഇനി നമുക്ക് നാഷണൽ ഇൻകത്തിന്റെ 3 മെത്തേഡ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പോകാം. ഭാഗ്യമുണ്ടെങ്കിൽ 8 മാർക്കിന് ചോദിക്കും മക്കളെ. നമുക്ക് നോക്കാം നാഷണൽ ഇൻകം കാണാനായിട്ടുള്ള 3 മെത്തേഡ്സ് ഏതൊക്കെയാണ് ടീച്ചറെ? പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ് നമ്മളുടെ 3 മെത്തേഡ്സ്. വേണമെങ്കിൽ ഈ ചാർട്ട് വരച്ചപ്പോ പകുതി പേജ് പോയി കിട്ടും. അപ്പൊ 8 മാർക്കിന് കുറച്ച് ലെങ്തി ആക്കാനായിട്ട് വേണ്ടി പകുതി പേജിൽ ഈ ഡയഗ്രം വരച്ചു വെച്ചോ. ഓക്കെ ആണോ മക്കളെ? കഴിച്ച് കാണിച്ചേ. തമാശ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ട്. അല്ലെങ്കിൽ ആൻസർ ചിലപ്പോൾ ലെങ്തി ആയിട്ട് കിട്ടൂല നിങ്ങൾക്ക്, അതാണ്. നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് മെത്തേഡിലേക്ക് പോകാൻ. സാറേ കാണിച്ചോ പ്രൊഡക്റ്റ് മെത്തേഡ്. എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്? പ്രൊഡക്റ്റ് മെത്തേഡിന്റെ വേറൊരു പേര് ഇസ് ഓൾസോ നോൺ ആസ്. ഈ പറയുന്ന ടോപ്പിക് ഇതേപോലെ എഴുതി വെക്കുന്ന എക്സാമിന് കേട്ടോ. അല്ലെങ്കിൽ ആൻസർ ഫുൾ ആൻസർ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് കിട്ടില്ല. അപ്പൊ ലെങ്തി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തേക്കുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് മെത്തേഡിന്റെ വേറൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഈ മെത്തേഡ് അനുസരിച്ച് അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യാ? ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ഫേംസ് ഉണ്ടാവില്ല ഒരു ഇക്കോണമിയിൽ. ആ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യണ ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അഗ്രിഗേറ്റ്, അതിന്റെ അഗ്രിഗേറ്റ് ടോട്ടൽ, അതാണ് എന്ത്? പ്രോഡക്റ്റ് മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ GDP = സിഗ്മ GVA. ഓർക്കുക, GDP = സിഗ്മ GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പൊ പ്രൊഡക്റ്റ് മെത്തേഡ് കഴിഞ്ഞ സിമ്പിൾ. അപ്പൊ കുറച്ച് വെല്ലിക്കാട്ട് അക്ഷരത്തിലൊക്കെ എഴുതാൻ ശ്രദ്ധിക്കും. അടുത്ത രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? ഇൻകം മെത്തേഡ്. The income method is calculated by adding together all the factor income received by the owner of factors of production. നമ്മൾ നേരത്തെ സർക്കുലർ ഫ്ലോ പറഞ്ഞില്ലേ മക്കളെ? അതായത് ഒരു ഫേം ഹൗസ് ഹോൾഡിന് എന്ത് ചെയ്യും? ഫാക്ടർ പേയ്മെന്റുകൾ കൊടുക്കും അല്ലെ? ഏതൊക്കെയാ? ലാൻഡിന് എന്ത് കൊടുത്തു? ലാൻഡിന് നമ്മൾ നേരത്തെ പറഞ്ഞു റെന്റ് കൊടുത്തു, ലേബറിന് വേജസ് കൊടുത്തു, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുത്തു, എന്റർപ്രൈസിന് പ്രോഫിറ്റ് കൊടുത്തു. ആ പറയുന്ന എല്ലാ ഫാക്ടർ പേയ്മെന്റുകളും കൂട്ടിക്കിട്ടുന്ന ആൻസർ ആണ് GDP. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയോ? GDP = W എന്ന് പറഞ്ഞാൽ എന്താ? വേജസ് പ്ലസ് R റെന്റ് പ്ലസ് IN ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അടിയില് അപ്പൊ W = വേജസ്, അടുത്ത ലൈനില് R = റെന്റ്, അടുത്ത ലൈനില് IN = അങ്ങനെയൊക്കെ എഴുതി ചില ആൻസർ കുറച്ച് ലെങ്തി ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ചേ. മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോകാം. മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിലേക്ക് നമ്മൾ GDP നാഷണൽ ഇൻകം കണക്ക് കൂട്ടാൻ എങ്ങനെയാണ്? അതായത് ഒരു ഇക്കോണമിയിലുള്ള
എല്ലാ എക്സ്പെൻഡിച്ചറും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ടോട്ടൽ അല്ലെങ്കിൽ ഫൈനൽ എക്സ്പെൻഡിച്ചറിനെയാണ് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലെ GDP. വെരി സിമ്പിൾ ആണ്. ഇവിടെയും GDP ഇക്വേഷൻ അഭിനസിച്ച് കോട്ടുമായിട്ടുള്ള GDP is equal to C plus I plus G plus X minus M. X minus M നെ വേണമെങ്കിൽ NX എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, X എക്സ്പോർട്ട്, M ഇമ്പോർട്ട്. ഇതും അടിയിൽ ഓരോ ലെറ്റർ ആയിട്ട് എഴുതണം കേട്ടോ. C കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ ലെങ്തി ആയിട്ട് എഴുതിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചേ. ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇത് മാത്രം പോരാ, ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസ് ജസ്റ്റ് നമ്മൾ 3 മെത്തേഡ് എന്ന് പറഞ്ഞ എഴുതാം കേട്ടോ. ഏതൊക്കെയാ, പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടുത്തെ GDP ഇപ്പൊ നമുക്കറിയാം സിഗ്മ GVA അല്ലെ, GVA. ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം ഏതാണ്, W പ്ലസ് R പ്ലസ് IN പ്ലസ് P. ഇവിടെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു C പ്ലസ് I പ്ലസ് G പ്ലസ് NX. അപ്പൊ ഇവിടുത്തെ GDP എന്ന് പറഞ്ഞാലും ഈക്വൽ ടു ഇവിടുത്തെ GDP എന്ന് പറഞ്ഞാലും ഈക്വൽ ടു ഇവിടുത്തെ GDP എന്ന് പറഞ്ഞാൽ തുല്യമാണ്. ഒരു കൺക്ലൂഷൻ ആണ് കേട്ടോ. 3 മെത്തേഡിൽ ചെയ്താലും GDP സെയിം കിട്ടാന്നുള്ളതും കൂടി ഇതുപോലെ വരച്ച് അര പേജ് നിങ്ങൾ എഴുതണം കേട്ടോ. അര പേജിൽ ഇത് വരയ്ക്കണം. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച് എല്ലാവരും എന്നാ കാണിച്ചേ. പറഞ്ഞ രീതിയിൽ എഴുതി മാർക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയേക്കണം കേട്ടോ. കേട്ടല്ലോ, സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച് നോക്കട്ടെ. ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക്. ഈ ടോപ്പിക്കും ചോദിക്കാറുണ്ടല്ലോ. പിന്നെ ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. മക്കളെ നോട്ട് ചെയ്തോ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സാർ ഇത് ഏതാണ്, മേരി ഏത് ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആണോടാ, മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണോടാ? മേരി വിളിച്ചത് സാറേ. മേരി ഷാനിയ ആദ്യമായിട്ട് കാണുന്നത്. മേരി ചോദിച്ചോടാ, ഏത് ക്വസ്റ്റ്യനാ? 8 മാർക്കടാ. ചിലപ്പോ 2 തന്നെ ചോദിക്കില്ലോ കേട്ടോ, എന്നാലും 3 എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 4 മാർക്ക് 5 മാർക്കിനൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. ചിലപ്പോ എന്ത് ചെയ്യുന്ന അറിയുമോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും 2 മെത്തേഡ് GDP കാണാനും അതുപോലെ തന്നെ ഇതും ചിലപ്പോൾ B ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അങ്ങനെ ചിലപ്പോൾ 8 മാർക്കിന് വരും. അപ്പൊ GDP is not a good measure of welfare. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, GDP കൂടിയത് കൊണ്ട് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ വെൽഫെയർ, ക്ഷേമം കൂടി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സച്ചിൻ എന്താ പോലെ പാട്ട് പാടാവുന്നതാണോ? പാട്ടില്ലെന്ന് അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണം. മെറ്റീരിയൽ ഉണ്ടല്ലോ, എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ മെറ്റീരിയല് ഇല്ലേ? ബ്രീഫ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ മോനെ. ഒരു ലൈനിലൊക്കെ പഠിച്ചാൽ മതി. സിമ്പിൾ ആണ് അത്. പറഞ്ഞുതരാം കേട്ടോ മോനെ. ഓക്കെ, അടുത്ത ആളാരാ? അശ്വിനി ചോദിച്ചതാ. എന്താ മോനെ? ഇല്ല ഒരിക്കലും വരൂല. ഇക്വേഷൻ മാത്രം ഇത് ഓരോ ലെറ്റർ എന്താണെന്ന് എഴുതി വെക്കാം കേട്ടോ. സെറ്റ്. ഓക്കെ. GDP is not a good measure of welfare. Why? ടീച്ചറെ പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് റീസൺ ആണ് ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഇൻകം സെയിം ആയിരിക്കുമോ? അല്ലേ, ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ചില ആളുകൾക്ക് കൂടുതലായിരിക്കും, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും, അല്ലാത്തവർക്ക് കുറവായിരിക്കും. സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് സാറേ ടോട്ടല്? ഒരു 200 പേരുണ്ട് കരുതുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഇക്കോണമിയിൽ ആകെ ഒരു 200 പേരേ ഉള്ളൂ എന്ന് കരുതുക നിങ്ങൾ. ആ 200 പേരില് ഒരാളുടെ മാത്രം വരുമാനം കൂടി. ഒരാളുടെ മാത്രം വരുമാനം ഒരു 50,000 നിന്ന് 5 ലക്ഷത്തിലേക്ക് ആയത്. അത്രയും അധികം ഡീവിയേഷൻ വന്നു. അപ്പൊ GDP കൂട്ടും എന്ന് സംഭവിക്കും ടീച്ചറെ, GDP കൂടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? GDP കൂടിയത് നമുക്ക് എല്ലാവരുടെ വെൽഫെയർ കൂടി പറയാൻ പറ്റുമോ? ആ ഒരാളുടെ മാത്രമേ വെൽഫെയർ കൂടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് സാലറി പഴയ സാലറി ഇനിയാ, അല്ലെങ്കിൽ അവരുടെ സാലറി ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയി കഴിച്ച് കാണിച്ചേ. യെസ്, ഇതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഇൻഇക്വാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻകം, വരുമാനത്തിൽ വരുന്ന ഇൻഇക്വാലിറ്റി. അപ്പൊ ഒരാളുടെയും കുറച്ചു പേരുടെയും വരുമാനം കൂടിയത് കൊണ്ട് GDP ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം. പക്ഷെ എന്ന് കരുതി എല്ലാവരുടെയും ക്ഷേമം കൂടി എന്ന് പറയാൻ പറ്റൂല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് ആണ്. ഇവിടെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിന്റെ രൂപത്തിൽ അല്ലാത്ത എക്സ്ചേഞ്ചുകളാണ് അല്ലെ. അതായത് ഹൗസ് വൈഫ് വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, അതിനൊക്കെ എന്താണ്? അതിന് അവർക്ക് ഇൻകം കിട്ടുന്നില്ല അല്ലെ.
സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ എന്താണ് GDP കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊരു എന്തായിട്ട് പറയാം, ഒരു ലിമിറ്റേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ GDP ആൻഡ് ഹാർംഫുൾ ഗുഡ്സ്. മക്കളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് GDP എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ മണി വാല്യൂ ഫോർ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ്. ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അല്ലെ. ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനം പണമൊക്കെയാണ് GDP അല്ലെ. അപ്പൊ ഹാർംഫുൾ ഗുഡ്സ് ഉണ്ടാക്കിയാൽ ഇതിൽ പെടും. അതിപ്പോ സിഗരറ്റ്, അതുപോലെ ആൽക്കഹോള്, സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഗുഡ്സ് കൂടുതൽ, ഗുഡ്സിന്റെ വാല്യൂ കൂടുതൽ, അപ്പൊ GDP കൂടും. എന്ന് കരുതി സിഗരറ്റിന്റെ ഉത്പാദനം കൂടിയതുകൊണ്ട് ആൾക്കാരുടെ വെൽഫെയർ കൂടിയത് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല അല്ലെ മക്കളെ. അത് ഹാർംഫുൾ ഗുഡ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് പറയാം, GDP ആണ് ഹാർംഫുൾ ഗുഡ്സ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലാസ്റ്റ് പോയിന്റ് പറയുന്നത് GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ ആക്ഷൻ കൊണ്ട് വേറൊരാൾക്ക് ഒരു കോൺസിക്വൻസ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാവുന്നതിനാണ് എക്സ്റ്റേണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ എന്താ, അത് എനിക്ക് സുഖമായിരിക്കും അല്ലെ, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ വലിക്കുകയാണ്. പക്ഷെ അത് സാറും ആ ഒരു സ്മോക്ക് എന്താ ശ്വസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സാറിന്റെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പൊ എന്റെ ഒരു ആക്ഷൻ കാരണം അവിടെ സാറിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഉണ്ടാവുന്നു. അപ്പൊ അവിടെ ഒരു വെൽഫെയർ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇംപ്രൂവ് ആവുന്നില്ല. അപ്പൊ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ ചോദിക്കാം, GDP ഇസ് നോട്ട് എ ഗുഡ് മെഷർ ഓഫ് വെൽഫെയർ. അപ്പൊ അത് ഇൻഡിക്കേറ്റർ എഴുതാൻ പറഞ്ഞാലും അല്ലെങ്കിൽ റീസൺ എഴുതാൻ പറഞ്ഞാലും തന്നെയാണ് എഴുതുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ ആണെങ്കിൽ കൈ കാണിച്ച എല്ലാവരും ചോദിക്കാറുണ്ട്. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റൻ നോക്കിയപ്പോൾ ലാസ്റ്റ് ടോപ്പിക് അല്ലെ, ഇക്വേഷൻസ് അല്ലേ. അതിന് കുറച്ച് പ്രോബ്ലംസ് ആണ് വരുന്നത്. യെസ്, നമുക്ക് നോക്കാം ഇക്വേഷൻസ്. യെസ്, പറഞ്ഞോ ടീച്ചറെ. ഇവിടെ എന്താണ്, ഇവിടെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇപ്പുറത്ത് കിടക്കുന്ന എന്താണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസും ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ G ആണ് എല്ലാത്തിന്റെ അല്ലെ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ്, എല്ലാം N ആണ്, നെറ്റ് ആണ്. ഇത് ഗ്രോസും ഇത് നെറ്റും ആണ്. അപ്പൊ നമ്മൾ ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങളെ നെറ്റ് ആക്കുന്നത് എങ്ങനെയാണ്, അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ, ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് കിട്ടുക. ഓർത്ത് വെക്കാൻ മക്കളെ, ഗ്രോസിന്ന് നെറ്റ് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇനി നെറ്റിന്ന് ഗ്രോസ് ആക്കണമെങ്കിലോ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്താൽ മതി. മക്കളെ ക്ലിയർ ആണെങ്കിൽ കാണിച്ചില്ല. പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി, ഗ്രോസും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഡിപ്രിസിയേഷൻ ആണ്. അത് നിങ്ങൾക്ക് നേരത്തെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചപ്പോ പഠിച്ചില്ലേ, ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അതേ കോൺസെപ്റ്റ് ആണ്. ഗ്രോസിന്ന് നെറ്റ് ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, നെറ്റിൽ നേരെ തിരിച്ച് റിവേഴ്സ് ഗ്രോസ് ആക്കണമെങ്കിൽ പ്ലസ് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ക്ലിയർ ആണ് മക്കളെ. അല്ലാതെ നിങ്ങൾ ഇക്വേഷൻ ഫുൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. യെസ്. അപ്പൊ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാൻ സാറേ കാണിച്ചോളൂ. അടുത്ത ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാൻ. അടുത്ത ഇക്വേഷൻ ആണ് നമ്മുടെ GDP-MP, NDP-MP, GDP-FC, NDP. D ആണ് ഡൊമസ്റ്റിക് അല്ലെ. ഡൊമസ്റ്റിക്കിനെ നമുക്ക് എന്താക്കണം, നെറ്റ് ആക്കണം, GNP ആക്കണം അല്ലെ, നാഷണൽ ആക്കണം. നാഷണൽ ആക്കണം. മക്കളെ ശ്രദ്ധിക്കുക, ഡൊമസ്റ്റിക്കിനെ നമുക്ക് നാഷണൽ ആക്കണം. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അകത്തോട്ട് അല്ലെ. അപ്പൊ നാഷണൽ ആക്കണമെങ്കിൽ എന്ത് വരും, പുറത്തുനിന്നുള്ള വരുമാനം കൂടി ആഡ് ചെയ്യണം. ശരിയല്ലേ. അപ്പൊ ഡൊമസ്റ്റിക്കിൽ നിന്നും നമുക്ക് എന്താക്കാൻ, നാഷണൽ ആക്കണമെങ്കിൽ NFI ആണ്. എന്താ NFI എന്ന് പറഞ്ഞാൽ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. പുറത്ത് വെക്കാം കേട്ടോ. പുറത്തു നിന്നുള്ള വരുമാനം കൂടി ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നാഷണൽ കിട്ടുള്ളൂ. അപ്പൊ GDP-MP-യുടെ NFI കൂട്ടിയാൽ GNP-MP, NDP-MP-യുടെ NFI കൂട്ടിയാൽ NNP-MP. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ, സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച. യെസ്. ഇനി നാഷണലിനെ ഡൊമസ്റ്റിക് ആക്കണമെങ്കിലോ മൈനസ് NFI എഴുതാ മതി. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ, സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് നോക്കട്ടെ. യെസ്, സെറ്റ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് അടുത്ത GDP-MP, GNP-MP. MP-നെ നമുക്ക് FC ആക്കാം. മക്കളെ MP-യിലെ മാർക്കറ്റ് പ്രൈസ്, MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കണമെങ്കിൽ, FC ആക്കണമെങ്കിൽ എന്ത് മൈനസ് ചെയ്താൽ മതി, മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, NIT മൈനസ് ടാക്സ്. അപ്പൊ GDP-MP മൈനസ് NIT, GDP-FC, GNP-MP മൈനസ് NIT, GNP-FC. അപ്പൊ MP-നെ FC ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, NIT മൈനസ് ചെയ്യണം. ഇനി FC-നെ നേരത്തെ തിരിച്ച് മാർക്കറ്റ് പ്രൈസിലോട്ട് കൊണ്ടുവരാനോ, പ്ലസ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ അത് കൈശി കാണിച്ച് നോക്കട്ടെ, ഷാറായിട്ട് കൈശി കാണിച്ചേ. യെസ്, സെറ്റ് ആയിട്ടുണ്ട് അവർക്ക് ഇക്വേഷൻസ് എല്ലാം. അപ്പൊ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ് സാറേ കാണിച്ചോളൂ. യെസ്, നമുക്കൊരു പ്രോബ്ലം ആണ്. യെസ്, GDP അറ്റ് MP കാണാനാണ് പറഞ്ഞേക്കണേ അല്ലെ. ഇപ്പൊ പറയുന്ന ഇക്വേഷൻ അല്ലെ. MP കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, GDP ആണ്. അറ്റ് MP ആണ് കാണേണ്ടത് അല്ലെ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, NDP അറ്റ് MP ആണ്. സോ ഇവിടെ ഏത് ലെറ്റർ മാറിയിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രോസ് എന്താ, നെറ്റ് അല്ലെ. ഇപ്പൊ ഗ്രോസ് കണ്ടുപിടിക്കണം.
നെറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. Yes. അപ്പൊ നേരെ റിവേഴ്സ് പോകണം അല്ലേ? റിവേഴ്സ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് നെറ്റ് കിട്ടുക. NDP കിട്ടാണെങ്കിൽ കഴിച്ച് കാണിച്ച് ഗ്രോസ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴല്ലേ നെറ്റ് കിട്ടുക. അപ്പൊ നെറ്റ് തന്നിട്ട് ഗ്രോസ് കാണാൻ പറഞ്ഞ എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. ക്ലിയർ ആയോ? നെറ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും നോക്കട്ടെ. പ്രോബ്ലം നോട്ട് ചെയ്തെടുക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും സെറ്റ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോയി. കഴിഞ്ഞ സാറേ ചാപ്റ്റർ പേഴ്സണൽ ഇൻകം കൂടി ഉണ്ട്. കാണിച്ചോ. പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അല്ലെ. പേഴ്സണൽ ഇൻകം എന്താണ്? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ കാലിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും എന്തൊക്കെ മൈനസ് ചെയ്യണം? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് ചെയ്യണം. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു കാര്യം ആഡ് ചെയ്യണം. എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ഇനി നെറ്റ് ഇൻട്രസ്റ്റ്. ഇവിടുത്തെ നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇൻട്രസ്റ്റ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതെങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ടോപ്പിക് എന്താ സാറേ കാണിച്ചോളൂ. നെക്സ്റ്റ് ടോപ്പിക് ആണ് PDI, പേഴ്സണൽ ഡിസ്പോസിബിൾ. പേഴ്സണൽ ഡിസ്പോസിബിൾ ആണെങ്കിൽ പേഴ്സണൽ ഇൻകത്തിന് എന്ത് മൈനസ് ചെയ്യണം? പേഴ്സണൽ ടാക്സ് പേയ്മെന്റ് മൈനസ് പേഴ്സണൽ നോൺ ടാക്സ് പേയ്മെന്റ്. പേഴ്സണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻകം ടാക്സ് ആണ്. നോൺ ടാക്സ് ആണ് ഫൈൻ, പെനാലിറ്റി ഒക്കെ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് PDI. PDI എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ക്ലിയർ ആണ് മക്കളെ? അടുത്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. GDP കാണിച്ചു സാറേ. യെസ്, നമ്മൾ GDP ഡിഫ്ലേറ്ററിലോട്ട് പോവാണ്. GDP ഡിഫ്ലേറ്ററിലോട്ട് പോകണമെങ്കിൽ കുറച്ച് കോൺസെപ്റ്റ് പഠിക്കണം. ഏതൊക്കെയാ? GDP കറന്റ് പ്രൈസും GDP കോൺസ്റ്റന്റ് പ്രൈസും. കറന്റ് പ്രൈസിനെയാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയാം. കോൺസ്റ്റന്റ് പ്രൈസിനെയാണ് റിയൽ GDP. അപ്പൊ എന്താണ് കറന്റ് പ്രൈസ് പറഞ്ഞ? കറന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കറന്റ് ആയിട്ടുള്ള പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് GDP കണക്ക് കൂട്ടുന്നതെങ്കിൽ അതാണ് എന്ത്? നോമിനൽ GDP അല്ലെങ്കിൽ GDP കറന്റ് പ്രൈസ്. യെസ് മക്കളെ, നമ്മൾ P1 പഠിച്ച ഇൻഡെക്സ് നമ്പറിൽ P1 P0 പഠിച്ചു ഓർക്കുന്നുണ്ടോ? സിഗ്മ P1 സിഗ്മ P0 പഠിച്ച് കാണിച്ചത് നമ്മുടെ കൈവശം സ്റ്റാറ്റിസ്റ്റിക്സില്. P1 എന്ന് പറഞ്ഞ കറന്റ് പ്രൈസ്. അപ്പൊ കറന്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലുള്ളത് നോമിനൽ GDP. ബേസ് ഇയർ പ്രൈസ് P0 അടിസ്ഥാനത്തിലുള്ളത് എന്താ? അത് റിയൽ GDP. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ചേ. യെസ്, കറന്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നോമിനൽ അഥവാ കറന്റ് പ്രൈസ് GDP. അതുപോലെ ബേസ് ഇയർ പ്രൈസ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസ് അഥവാ റിയൽ GDP. ഇതിനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ, അതായത് നോമിനൽ GDP-നെ റിയൽ GDP വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP ഡിഫ്ലേറ്റർ. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സാറേ കാണിച്ചത് പ്രോബ്ലം വരാറുണ്ട്. ഡയറക്റ്റ്ലി എല്ലാം തരും, വെറുതെ ഡിവൈഡ് ചെയ്താൽ മതി മക്കളെ. അപ്പൊ മുകളിൽ N ആണ് വരും. നോമിനൽ GDP വഴിയിൽ റിയൽ ആണ്. അപ്പൊ നോമിനൽ GDP അല്ലെങ്കിൽ കറന്റ് പ്രൈസ് GDP-നെ റിയൽ GDP, അത് നമ്മുടെ സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് ആണെന്ന് ഓർമ്മയുണ്ടോ? സിഗ്മ P1 ബൈ സിഗ്മ P0 ഓർമ്മയുണ്ടോ മക്കളെ? എന്തെങ്കിലും കഴിച്ച് കാണിച്ച് നോക്കട്ടെ. സിഗ്മ P1 ബൈ സിഗ്മ P0 ഓർമ്മയിൽ കഴിച്ച് കാണിച്ച് നോക്കട്ടെ. സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് പഠിച്ച് ഓർമ്മയില്ല? ആ സെയിം തന്നെ അവിടെ വന്നേക്കുള്ളത്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറന്റ് ഇയർ പ്രൈസ് അല്ലെ. കറന്റ് ഇയർ പ്രൈസ് ബൈ നമ്മുടെ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇതിൽ വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്. നമ്മൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് നമ്മൾ പറയാട്ടോ. അടിയിൽ സ്മോൾ ലെറ്റർ GDP ഇൻറ്റു 100. ഇത് പറഞ്ഞാലും GDP ഡിഫ്ലേറ്റർ തന്നെയാണ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് ക്യാപിറ്റൽ ലെറ്റർ GDP ബൈ സ്മോൾ ലെറ്റർ GDP ഇൻറ്റു 100. മക്കളെ ചാപ്റ്റർ കഴിഞ്ഞു. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും. ബ്രേക്ക് വേണമെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്, അപ്പൊ അടുത്ത 2 ചാപ്റ്റർ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. ഹലോ മക്കളെ, ഇപ്പൊ വേഗം തിരിച്ചു വാട്ടെ എല്ലാരും വേഗം വീഡിയോ നോക്കി. നമുക്ക് ബാക്കി നോക്കണ്ടേ? ബാക്കി ചാപ്റ്റേഴ്സും കൂടി നോക്കാം. ഇപ്പൊ വേഗം എല്ലാരും ഓടിവായോ. വേഗം വീഡിയോ നോക്കിക്കോ. സ്ലൈഡ് ഇടാം നമുക്ക്.
മക്കളെ ഓടിവാ, മക്കളെ ഓടിവായോ, വേഗം വന്ന വേഗം പഠിക്കാം നമുക്ക്. മക്കളെ ഓടിവായോ, ഓടിവായോ. 2 ചാപ്റ്റർ കൂടി ഇല്ലല്ലോ മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. സെക്കൻഡ് ടേമിലുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ 2 ചാപ്റ്ററുകൾ ഫസ്റ്റ് ടേമിലാണ്. സെക്കൻഡ് ടേമിൽ ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് വരുന്ന മണി ആൻഡ് ബാങ്കിങ് ആണ്. യെസ്, അപ്പൊ മണി ആൻഡ് ബാങ്കിങ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആണെങ്കിൽ ഈസി കാണിച്ച് നോക്കട്ടെ. യെസ് യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ ബാർട്ടർ സിസ്റ്റം നോക്കാം. യെസ്, എന്താണ് ബാർട്ടർ സിസ്റ്റം? എല്ലാവർക്കും അറിയാം അല്ലെ. എക്സ്ചേഞ്ചിങ് വൺ കമോഡിറ്റി ഫോർ അനദർ ഈസ് കോൾഡ് ബാർട്ടർ സിസ്റ്റം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച് എല്ലാവരും നോക്കട്ടെ. ഇനി ബാർട്ടർ സിസ്റ്റം ഡ്രോബാക്സ് അഥവാ ലിമിറ്റേഷൻസ് ചോദിക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ് ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്. ക്ലിയർ അല്ലേ? രണ്ടുപേരുടെ ആവശ്യം എന്താവണം? കോയിൻസ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. രണ്ടാമത്തെ പോയിന്റ്, കോമൺ ആയിട്ട് നമുക്ക് ഒരു സാധനം മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു പണ്ടല്ലേ. കാരണം പണം ഇല്ലല്ലോ, നമുക്ക് മണിയില്ല. അപ്പൊ നമ്മള് പണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മള് കോഴിനെ കൊടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാവും. കോഴിനെ കൊടുത്ത് സ്വർണ്ണം മേടിച്ചിട്ടുണ്ടാവാം. കാരണം കോഴിയുടെയും സ്വർണ്ണത്തിന്റെ വാല്യൂ നമുക്ക് അറിയില്ലല്ലോ മക്കളെ. അപ്പൊ ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചക്ക, മാങ്ങ പോലുള്ള സാധനങ്ങൾക്ക് വേഗം കേടായി പോകുന്നതാണ്. പെരിഷബിൾ ഗുഡ്സ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മള് ആവശ്യക്കാരെ കണ്ടെത്തുന്നത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് പൈസ സൂക്ഷിച്ചു വെക്കാം, ആവശ്യമുള്ളപ്പോ സാധനങ്ങൾ മേടിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് നോക്കട്ടെ. ലാസ്റ്റ് പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി. ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ ഓർക്കുണ്ടോ? ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ ഒരു പശുവിനെ കിട്ടും. പശു വേണ്ട, ആടിനെ കിട്ടും. ഓക്കെ അല്ലേ? ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ ഒരു ആടിനെ കിട്ടും. അപ്പൊ അരച്ചാക്ക് നെല്ലേ ഉള്ളൂ എന്ന് കരുതി ആടിനെ മുറിച്ച് വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഡിവൈഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതും ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ 4 ലിമിറ്റേഷൻ ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? ക്ലിയർ ആണ് മക്കളെ, 4 ലിമിറ്റേഷൻസ്. അപ്പൊ ഇങ്ങനെ ബാർട്ടർ സിസ്റ്റത്തിന് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തിയത്? മണി കണ്ടെത്തിയത്. മണി കണ്ടെത്തിയത്. വാട്ട് ഈസ് മണി? ആര് പറയാം വാട്ട് ഈസ് മണി? എന്താണ് മണി? ആര് പറയാം മക്കളെ? യെസ്, ശ്രീലക്ഷ്മി പറയാന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ റിലേ വന്നത്. ഓക്കെ ശ്രീലക്ഷ്മി, എന്താണ് മണി? യെസ്, വെരി ഗുഡ്. വാട്ട് മണി ഡസ്, എന്താണോ പണം ചെയ്യുന്നത് അതാണ് പണം. യെസ്, അപ്പൊ പണത്തിന്റെ ഫംഗ്ഷൻസ് നോക്കിയാലോ ടീച്ചറെ? ഫംഗ്ഷൻസ് ഓക്കെ. യെസ്, പറഞ്ഞോളൂ ടീച്ചറെ. ഇനി ഫംഗ്ഷൻസ് ഓഫ് മണി നമ്മൾ ആദ്യം തന്നെ എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകാം. ഒന്ന് പ്രൈമറി ഫംഗ്ഷൻസ്, പിന്നെ സെക്കൻഡറി ഫംഗ്ഷൻസ്. മൂന്നാമത് ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാരണം നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതിയല്ലോ അല്ലെ. പ്രൈമറി ഫംഗ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലെ. സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് പണം അല്ലെ. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലെ. എക്സ്ചേഞ്ചിനുള്ള ഒരു ഉപാധിയാണ് പണം. രണ്ടെന്താ? മെഷർ ഓഫ് വാല്യൂ. അതായത് ഓരോ സാധനങ്ങളുടെയും മൂല്യം നമുക്ക് കറക്റ്റ് ആയിട്ട് അളക്കാൻ പറ്റും അല്ലെ. പണം വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന സാധനത്തിന്റെ മൂല്യം വാല്യൂ എത്രയാ നമുക്ക് പറയാൻ പറ്റും, പണത്തിന്റെ രൂപത്തിൽ പറയാൻ പറ്റും. മെഷർ ഓഫ് വാല്യൂ. ഇനി സെക്കൻഡറി ഫംഗ്ഷനിൽ 3 വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. യെസ്, ഓക്കെ ഓക്കെ. സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ കേസ് അല്ലേ പറയണത്? അതെ, ഫ്യൂച്ചർ പേയ്മെന്റുകൾ. അതായത് നമ്മൾ എന്താ കടം വാങ്ങില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫ്യൂച്ചർ പേയ്മെന്റ്സ് മണി വന്നതുകൊണ്ട് മാത്രമാണ് പോസിബിൾ ആവുന്നത്. അവിടെ ഇൻട്രസ്റ്റ് കോൺസെപ്റ്റ് നമുക്ക് എന്ത് ഉപയോഗിക്കാം അല്ലെ. അതായത് ഇപ്പോൾ ഒരു 10,000 ഒരാൾ തന്നാല് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10,000 കൂടെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് മണി വന്നത് കൊണ്ടല്ലേ സാധിച്ചത്. അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? ക്ലിയർ ആണ് മക്കളെ. ഇനി സ്റ്റോർ ഓഫ് വാല്യൂ. പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് ആ പൈസ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് നോക്കട്ടെ. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ സെൻട്രൽ ബാങ്ക്. RBIയുടെ ഫംഗ്ഷൻ ചോദിച്ചാലും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ചോദിച്ചാലും ബോത്ത് ആർ സെയിം. രണ്ടും സെയിം തന്നെയാണ്, ഓർമ്മ വേണം കേട്ടോ മക്കളെ. പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ് ആണ്. നമുക്കറിയാം കറൻസി നോട്ട് അച്ചടിക്കുന്നതിലുള്ള ഒരു മൊണോപ്പൊളി പവർ, ഒരു കുത്തക അവകാശം ആർക്കാണ്? സെൻട്രൽ ബാങ്കിനാണ്. അതുപോലെ ബാങ്കർ ടു ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. 3 ബാങ്കേഴ്സ് ബാങ്ക്, മറ്റുള്ള ബാങ്കുകളുടെ എല്ലാ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതായത് ഫോറിൻ കറൻസികൾ സൂക്ഷിച്ചു വെക്കുക, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുക.
അത് ആരുടെ കസ്റ്റഡിയിലാണ് കീപ്പ് ചെയ്യുന്നത്? അത് റിസർവ് ബാങ്കിന്റെ കസ്റ്റഡിയിലാണ്. ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അവസാനം അഭയം പ്രാപിക്കുന്നത് സെൻട്രൽ ബാങ്കിലാണ്. മറ്റുള്ള ബാങ്കുകൾക്കൊക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വന്നാൽ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവസാനം വന്ന് ആരുടെ വാതിൽക്കലാണ് മുട്ട? സെൻട്രൽ ബാങ്കിന്റെ വാതിൽക്കലാണ് മുട്ട. അതുകൊണ്ട് സെൻട്രൽ ബാങ്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയാം. അതുപോലെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. മക്കൾ ഈ പോയിന്റിൽ ഓർത്ത് വെക്കുക, മാർക്കിനനുസരിച്ച് ഇത് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും മറക്കരുത്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഓക്കെ ആണോ മക്കളെ? അപ്പൊ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അപ്പോ തന്നെ നമുക്ക് എന്തിന്റെ ഫംഗ്ഷൻ പഠിക്കാം? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ. ഇത് പഠിപ്പിക്കേണ്ട കാര്യം ഇവർക്ക് ഇല്ല. കാരണം എന്താ അറിയോ? ഇവർക്ക് വേണ്ടി +1 ബിസിനസ് സ്റ്റഡീസിൽ ഉണ്ട്. പഠിച്ചാൽ 8 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ വട്ടം +1 എക്സാമിന് ബിസിനസ് സ്റ്റഡീസ് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരുന്നു. മക്കളെ ആര് പറയും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്? 2 ആയി തരംതിരിക്കുക. ആര് പറയും? 3 ആയി തരംതിരിക്കുക. ആര് പറയും? പ്രൈമറി ഫംഗ്ഷൻ ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ ആര് വിളിക്കാം സാറേ? ആര് വിളിക്കാം? 2 നെഹലുണ്ട്, ഒരു ശ്രീലക്ഷ്മി ഉണ്ട്. നെഹല രഞ്ജിത്തെ പറയടാ. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതൊരു 10 വട്ടം പറയണം. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിനെ 3 ആയിട്ട് തരംതിരിക്കാം. പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമികം. ഏതൊരു ബാങ്കിന്റെ പ്രാഥമിക ധർമ്മം എന്താ? പബ്ലിക്കിന് ഡെപ്പോസിറ്റ് വാങ്ങുകയും ആ ഡെപ്പോസിറ്റ് ലോൺ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ലെൻഡിങ് മണി. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. മക്കളെ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയഗ്രം വരയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഒരു അര പേജിൽ ഡയഗ്രം വരയ്ക്കുക. അര പേജിൽ ഡയഗ്രം വരയ്ക്കുക. ഒരു 3 എണ്ണം വരയ്ക്കുക. ഏതാണ്? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ഡെവലപ്മെന്റ്. പ്രൈമറിയിൽ രണ്ടെണ്ണം ഏതൊക്കെയാ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ലെൻഡിങ് മണി. ഇതിൽ വരുന്ന ഏതൊക്കെയാ? ഏജൻസി ഫംഗ്ഷൻ, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇത് വരെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഇത് കഴിച്ച് കാണിച്ച്. ക്ലിയർ ആണ് കഴിച്ച് ഇത് അര പേജ് വരച്ച് വെക്കാം കേട്ടോ. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിച്ചാൽ 3 ഫംഗ്ഷൻസ്: പ്രൈമറി, സെക്കൻഡറി, ഡെവലപ്മെന്റ്. പ്രൈമറി എന്തൊക്കെയാ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റുകൾ പറയണം. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഏതൊക്കെ ഡെപ്പോസിറ്റ് ആണെന്നൊക്കെ പറയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അതൊക്കെ നിങ്ങൾ എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്ത്. നിങ്ങൾക്ക് അറിയാലോ ഡെപ്പോസിറ്റിനെ കുറിച്ച്. ലെൻഡിങ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ കൊടുക്കുക കേട്ടോ. നമ്മൾ സെക്യൂരിറ്റി ഒക്കെ വെച്ച് ലോൺ കൊടുക്കുക. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. ഏതൊക്കെ സെക്കൻഡറി ഫംഗ്ഷൻ സാറെ കാണിച്ച്? സെക്കൻഡറി ഫംഗ്ഷൻ ഏതൊക്കെയാ? ഏജൻസി ഫംഗ്ഷൻ ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്. ഏജൻസി എന്ന് പറയുമ്പോൾ ബാങ്ക് എപ്പോഴും ഏജന്റായി പ്രവർത്തിക്കുക. നമുക്ക് വല്ല ടെലിഫോൺ ബില്ലോ, ഇൻഷുറൻസ് ബിൽ, തന്നെ ബിൽ പേയ്മെന്റുകളൊക്കെ നമുക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കാം. അപ്പൊ ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും. ഇനി ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഏതൊക്കെയാ? ജനറൽ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലോക്കർ ഫെസിലിറ്റി കൊടുക്കാം കേട്ടോ. ഗവൺമെന്റ് ബാങ്കുകളിൽ ലോക്കർ കൊടുക്കല് നോട്ടീസ് വെച്ചോ, ലോക്കർ ഫെസിലിറ്റി കൊടുക്കാം. ഇനി ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പ്ലെയിൻ ആവും. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് പുവർ പീപ്പിൾസിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുക? ലോൺ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും 3 ഫംഗ്ഷൻസ് ആണ്. 3 ഫംഗ്ഷൻസ് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എസ് വരച്ച് വെക്കണേ മറക്കരുത് കേട്ടോ. അഭിഷേക് ടിയാറെ കിട്ടിയാ? അടുത്ത ടോപ്പിക് ആണ് സാറെ കാണിച്ചു, ഹൈ പവർഡ് മണി. ഹൈ പവർഡ് മണി അഥവാ അതിനെ ഏത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാ? എച്ച് ആണ്. വാട്ട് ഈസ് ഹൈ പവർഡ് മണി? എന്താണ് ഹൈ പവർഡ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഹൈ പവർഡ് മണി എന്ന് പറയുന്നത് ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദി മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ആകെയുള്ള ലയബിലിറ്റി ആണ്. മോണിറ്ററി അതോറിറ്റി ആരാ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതൊരു രാജ്യത്തിന്റെ ഈ മോണിറ്ററി അതൊരു പണത്തുമായി ബന്ധപ്പെട്ട പണത്തിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ. അതേപോലെ തന്നെ എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള മോണിറ്ററി അതോറിറ്റി ഉണ്ട്. അപ്പൊ അവരുടെ മൊത്തം ബാധ്യതകളെ വിളിക്കുന്ന പേരാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. ഹൈ പവർഡ് മണി എന്താ? CU കറൻസി ആൻഡ് കോയിൻസ്, R റിസർവ് പ്ലസ് G ഗവൺമെന്റ് ഡെപ്പോസിറ്റ്. ക്ലിയർ ആണ് കൈവശം കാണിച്ച മക്കളെ? CU പ്ലസ് R പ്ലസ് G. വാട്ട് ഈസ് മണി സപ്ലൈ? എന്താണ് മണി സപ്ലൈ എന്ന് പറഞ്ഞാല്? മണി സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ആണ് ആരുടെ കൈവശമുള്ളത്? ഹെൽഡ് ബൈ ദ പബ്ലിക് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതാണ് ടോട്ടൽ മണി സപ്ലൈ. ഒരു പ്രത്യേക സമയത്ത് പബ്ലിക്കിനൊക്കെയുള്ള മൊത്തം പണത്തിന് നമുക്ക് മണി സപ്ലൈ എന്ന് പറയാം. അപ്പൊ ഇന്ത്യയിലെ മണി സപ്ലൈ മെഷർ ചെയ്യാനായിട്ട് 4 രീതികളുണ്ട്. നമുക്ക് നോക്കാം. സാറേ കാണിച്ചോളൂ. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ മക്കളെ. ചിലപ്പോൾ 1 വേർഡ് ആവാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആവാം, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഏതൊക്കെ 4 മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ?
M1, M2, M3, M4. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. M1 കാണാൻ CU plus DD, കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്, ഡിമാൻഡ് ഡെപ്പോസിറ്റും ആണ്. M2 ആണെങ്കിലോ? M2 ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ M1 പ്ലസ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ്. M3 ആണെങ്കിൽ M1ന്റെ കൂടെ തന്നെയാണ് കേട്ടോ മക്കളെ. M1ന്റെ കൂടെ എന്ത് ചെയ്യാം? നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആഡ് ചെയ്യാം. M4 ആണെങ്കിലോ? M4 ആണെങ്കിൽ ശ്രദ്ധിക്കുക, M1 പ്ലസ് അല്ല M3 പ്ലസ് ആണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഇത് ഓർത്ത് വെക്കാം. ഇതിൽ ലീസ്റ്റ് ലിക്വിഡ് ഉണ്ട്, മോസ്റ്റ് ലിക്വിഡ് ഉണ്ട് അല്ലെ? ഏതാണ് ലീസ്റ്റ് ലിക്വിഡ്? ലീസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള മണി സപ്ലൈയുടെ മെഷർ M1 ആണ്. മോസ്റ്റ് ലിക്വിഡ് ഏതാ? M4. ഓർത്ത് വെക്കാം. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച് എല്ലാവരും കൈശി കാണിച്ച് നോക്കട്ടെ. സെറ്റ് ആണ്. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നാരോ മണി, ബ്രോഡ് മണി. മക്കളെ ശ്രദ്ധിക്കാൻ, നാരോ മണി ഉണ്ട്, ബ്രോഡ് മണി. ഏതൊക്കെ നാരോ മണി? M1, M2 ആണ് ഇതിലെ നാരോ മണി. M3, M4 ആണ് ബ്രോഡ് മണി. അഗ്രിഗേറ്റ് റിസോഴ്സ് M3 ആണ് കേട്ടോ. ചിലപ്പോൾ ഇന്ത്യയിൽ അഗ്രിഗേറ്റ് റിസോഴ്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അഗ്രിഗേറ്റ് റിസോഴ്സ് ഓഫ് ദ കൺട്രി M3 ആണ്, ഓർത്ത് വെക്കാം കേട്ടോ. അഗ്രിഗേറ്റ് റിസോഴ്സ് നോട്ട് ചെയ്ത് വെക്കുക, M3. അടുത്ത ടോപ്പിക് ആണ്. അടുത്തതും SI ടോപ്പിക് ആണ്. 5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ ചോദിക്കാം. ഡിമാൻഡ് ഫോർ മണി. ആളുകള് പീപ്പിൾസ് പൈസ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏതൊക്കെ 3 കാര്യങ്ങൾ? പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് മോട്ടീവ് ഉണ്ട്, പിന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്. എന്താണ് പ്രിക്കോഷണറി? പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, മുൻകരുതൽ എടുക്കുക അല്ലെ? എന്തിന്? എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോ. മക്കളെ നമ്മുടെ ലൈഫിലൊക്കെ എപ്പോ വേണമെങ്കിലും നമുക്ക് നല്ല മെഡിക്കൽ കേസോ അല്ലെ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരാം അല്ലെ? അപ്പൊ അതിന് വേണ്ടി നമ്മൾ പൈസ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പ്രിക്കോഷണറി മോട്ടീവ്. സാറെ കാണിക്കും. പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവ്. The desire of people to hold liquid cash in order to meet unexpected contingencies or emergency situation ഇതാണ് കറക്റ്റ് ആണ്. അൺഎക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കാതെ വരുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ക്യാഷ് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയാം. അപ്പൊ ട്രാൻസാക്ഷൻസ് വേണ്ടി പൈസ മാറ്റി വെച്ചാലോ? ട്രാൻസാക്ഷൻസ് മോട്ടീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഡെയിലി നമുക്ക് എന്താ കുറെ സാധനങ്ങൾ നമുക്ക് വാങ്ങണം അല്ലെ? അപ്പൊ ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കയ്യിൽ സൂക്ഷിക്കുന്നതിനെയാണ് ട്രാൻസാക്ഷൻസ് മോട്ടീവ് എന്ന് പറയാം. അപ്പൊ സ്പെക്കുലേറ്റീവ് മോഡ് സ്പെക്കുലേഷൻ പർപ്പസ്, അതായത് നമ്മളെ ബോണ്ടുകളൊക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ പൈസ മാറ്റി വയ്ക്കും. സ്ഥലം മേടിച്ച് സ്ഥലക്കച്ചവടം ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ? അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? സ്ഥലക്കച്ചവടം ചെയ്യാനും അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഊഹക്കച്ചവടം, അതായത് സ്പെക്കുലേഷൻ പറയാതെ തന്നെ ഊഹക്കച്ചവടം എന്നാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാ. ഇവിടെ ബോണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത് ഗോൾഡ്, ലാൻഡ് ഒക്കെ ബോണ്ടിൽ പെടാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് പ്രൈസുള്ള റിലേഷൻ ഉണ്ട്, പോസിറ്റീവ് റിലേഷൻ ആണ് അല്ലെ? നെഗറ്റീവ് റിലേഷൻ ഓർത്ത് വെക്കുക. ബോണ്ട് പ്രൈസും അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ നെഗറ്റീവ് റിലേഷൻ ആണ് ഓർത്ത് വെക്കുക. ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാതെ ഓർത്ത് വെക്കുക. അടുത്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സാറെ കാണിച്ചു. ലിക്വിഡിറ്റി ട്രാപ്പ് ആണ് മക്കളെ. ലിക്വിഡിറ്റി ട്രാപ്പ് അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് മാക്സിമം ആകുമ്പോൾ എന്ത് സംഭവിക്കും സാറേ? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ. യെസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താ? നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ആർ മാക്സിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താവും? സീറോ ആവും. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ് 6 മിനിമത്തിൽ എത്തുമ്പോഴോ, ഇത് മിനിമാണ്, 6 മിനിമാണ് കേട്ടോ. ഇത് 6 മിനിയാണ്. 6 മിനിയും അതുപോലെ തന്നെ മുകളിൽ 6 മാക്സിമം ആണ്. 6 മിനിമത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അനന്തമാകും. അതിന് നമ്മൾ എന്താ വിളിക്കുക? ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഈ ഗ്യാപ്പിനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയും. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ മക്കളെ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 മാക്സിമം ആകുമ്പോൾ ഇവിടെയാണ് 6 മാക്സിമം വരുന്നത്. ഇവിടെയാണ് 6 മാക്സ് വരുന്നത്. 6 മാക്സ് വരുമ്പോൾ എന്ത് സംഭവിക്കുക? 6 മാക്സ് വരുമ്പോൾ എന്താ സംഭവിക്കുക? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ ആകും. ഇനി 6 മിനിമം ആകുമ്പോഴോ ഡിമാൻഡ് ഫോർ മണി എക്സ് ആക്സിസിന് പാരലലാവും, സമാന്തരമാകും. ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇത് ട്രാപ്പിൽ അകപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് എല്ലാവരും ഇത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ട്രാപ്പ് ചോദിച്ചാൽ ഫിഗർ വരയ്ക്കണം, നിർബന്ധമായിട്ട് വരയ്ക്കുക. അളവൊന്നും കൊടുക്കണ്ട. ഇവിടെ 6 മാക്സ് എന്നും ഇവിടെ 6 മിനി എന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് നോക്കട്ടെ. അപ്പൊ അത് ലാസ്റ്റ് വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? Instruments of monetary policy. Instruments of monetary policy to control money supply. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് പോളിസി ഏതൊക്കെയാണ് പറഞ്ഞത്? ആദ്യത്തേതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ബോൺസും സെക്യൂരിറ്റീസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്
ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയാം. അവിടെ നിന്ന് അതിന്റെ റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഈ റെപ്പോ റേറ്റ് ഉണ്ട്. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് RBI lends money to the കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പൈസ ആവശ്യമുള്ള സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ എടുക്കാം. അപ്പൊ ആ ലോണിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റെപ്പോ റേറ്റ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ മക്കളെ, ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. കൊമേഴ്ഷ്യൽ ബാങ്കിൽ പൈസ ഇല്ലാത്ത ആരുടെ പോയി ചോദിക്കാം? RBI അടുത്ത്. അപ്പൊ RBI പൈസ കൊടുക്കും. അപ്പൊ അതിന് RBI കളക്ട് ചെയ്യുന്ന പലിശയാണ് റെപ്പോ റേറ്റ് എന്ന് പറയാം. അപ്പൊ റിവേഴ്സ് റെപ്പോ റേറ്റ് എന്താ? റിവേഴ്സ് റെപ്പോ റേറ്റ് നേരെ തിരിച്ചാണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് ലോൺ കൊടുക്കുന്നു, അതായത് റിസർവ് ആയിട്ട് കുറച്ച് പൈസ വെക്കില്ലേ, അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോ അതിന് ഇൻട്രസ്റ്റ് RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ക്ലിയർ ആണോ മക്കളെ? അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ഇല്ലേ, റിസർവ് മുൻകരുതൽ ധനം വെക്കണം അല്ലെ, റിസർവ് അത് ഒന്നിലെതിരെ ആ ബാങ്കിൽ തന്നെ വെക്കാം. വോൾട്ട് ക്യാഷ് എന്നാണ് പറയാ. പക്ഷെ എവിടെ വെക്കാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെക്കാം. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെക്കുമ്പോൾ അത് RBIക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം? തിരിച്ചാ പൈസ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അതിന്റെ റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയാം. അടുത്ത CRR ഉണ്ട്, SLR. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ക്യാഷ് ആയിട്ട് നമ്മൾ റിസർവ് മാറ്റി വെക്കാം. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അത് ലിക്വിഡ് അസറ്റിന്റെ ഫോമിലാണ് നമ്മൾ റിസർവ് മാറ്റി വെക്കാം. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച മക്കളെ, ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച എസെറ്റ്. അടുത്ത ടോപ്പിക് ആണ് മണി മൾട്ടിപ്ലയർ. മക്കളെ മണി മൾട്ടിപ്ലയർ ടോപ്പിക് എഴുതിയിരിക്കണം എല്ലാവരും. വാട്ട് ഈസ് മണി മൾട്ടിപ്ലയർ ആണ്? ദ പ്രോസസ് ബൈ which money is multiplied by the banking system is known as money multiplier. ബാങ്കിങ് സിസ്റ്റത്തില് മണി എന്താവാം? അതായത് ബാങ്കുകൾ എന്താ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അതിൽ നിന്ന് കുറച്ച് റിസർവ് ആയിട്ട് വെക്കും, കുറച്ച് എന്താ ലോൺ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഈ പ്രോസസ്സ് വഴി എന്താ മണി ബാങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ മൾട്ടിപ്ലൈഡ് ആക്കി അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. മണി മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ CRR കേട്ടോ, അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ CRR പ്ലസ് SLR വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് C. സ്മോൾ ലെറ്റർ C ആണ്. ഇത് MPC ആണ് കേട്ടോ. ഇതും ഒന്ന് ഓർത്ത് വെക്കണം എല്ലാവരും. അപ്പൊ മണി മൾട്ടിപ്ലയർ ഈ രീതി ചെയ്യാം. CRR മാത്രമേ ക്വസ്റ്റൻ അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം എല്ലാവരും. 1 കിട്ടിയ ആഷിഖ് ഫാഹിമെ നോട്ട് ചെയ്താടാ. നീ അങ്ങനെ നോക്കിയിരിക്കില്ലേ? ആ മക്കളെ എല്ലാവരും ക്ലിയർ ആയോ? എല്ലാവർക്കും സെറ്റ് ആണ് കൈസി കാണിച്ചേ. മക്കളെ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത ടോപ്പിക്കിലോട്ട് അടുത്ത ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഇത്രയില്ല മക്കളെ പഠിക്കാനായിട്ട്. എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് ഷാറായിട്ട് കൈസി കാണിച്ച് നോക്കട്ടെ. അടുത്ത ലാസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻകം ഡിറ്റർമിനേഷൻ. അതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാൻഡ് ആൻഡ് എക്സ്പോസ്ഡ്. എന്താണ് എക്സാൻഡ്, എന്താണ് എക്സ്പോസ്ഡ്? എക്സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ റിയലൈസ്ഡ് ആണ്, ഓടി സംഭവിച്ചത്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് എക്സാൻഡ്, ഓടി സംഭവിച്ചതാണ് എക്സ്പോസ്ഡ്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് MPC MPS ആണ് അല്ലെ സാറെ? കാണിച്ചു. MPC MPS എന്താണ്? MPC എന്ന് പറഞ്ഞാൽ മാർജിനൽ propensity to consume. അത് കാൽക്കുലേഷൻ ഡെൽറ്റ C ബൈ ഡെൽറ്റ Y. മക്കളെ അപ്പൊ എന്താണ് MPC തിയറി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് അർത്ഥം. എന്താ സാറ് ചോദിച്ചേ? MPC MPC പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ആഷിക്കെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ എന്താണ് MPC എന്താ പറയാ? ഡെൽറ്റ സിയും ഡെൽറ്റ വൈ തമ്മിൽ പ്രൊപ്പോർഷൻ ആണ് അല്ലെ? അപ്പൊ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. അപ്പൊ MPS എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. അപ്പൊ സിക്ക് വരെ എന്ത് കൊടുത്താൽ മതി? എസ് കൊടുത്താൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. അപ്പൊ വാട്ട് ഈസ് MPS ചോദിച്ചാലോ? ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സേവിങ്സ് ടു ചേഞ്ച് ഇൻ ഇൻകം. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ MPCയും MPS കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടണം. അപ്പൊ എക്സാമിന് ചിലപ്പോഴേ MPC 0.4 ആന്ന് പറയും, എന്നിട്ട് MPS കാണാൻ പറയും. അപ്പൊ എങ്ങനെ കാണാൻ? ആര് പറയും? MPC 0.4 ആണെങ്കിൽ MPS എത്രയാ മക്കൾ? ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്തേ. ശ്രീലക്ഷ്മി എത്രയാടാ? MPC 0.4 ആണെങ്കിൽ MPS എത്രയായിരിക്കും? എത്രയായിരിക്കും? 1 minus 0.4 that is 0.6. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച മക്കളെ? എല്ലാവരും കഴിച്ച് കാണിച്ച സെറ്റ് ആണെങ്കിൽ 1 0.4 അഭിഷേക് ചെയ്യാൻ ക്ലിയർ ആയോ? 1 ഈ സാധനം മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോ MPC ആണെങ്കിൽ 1 മൈനസ് MPS, MPS ആണെങ്കിൽ 1 മൈനസ് MPS. ഇവിടെ തന്നെ നിങ്ങൾ APCയും APS കൂടി പഠിച്ചോളൂ കേട്ടോ. APCയും APS ഒറ്റയടിക്ക് പറയാമോ ടീച്ചറെ? APC ആണ് C by Y, APS ആണോ S by Y. മക്കളെ ഡെൽറ്റ ഇല്ല.
ഡെൽറ്റ ഇല്ലെങ്കിൽ അവിടെ APC ആണ്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും ആവറേജ് പ്രൊപ്പൻസിറ്റി സേവ് ആണ്. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ചേ മക്കളെ, ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ചേ. ചേഞ്ച് വന്നാൽ മാർജിനൽ, നിങ്ങൾക്ക് അറിയാലോ മാർജിനൽ എങ്ങനെ കാണാന്ന്, നിങ്ങൾ കുറെ മാർജിനൽ പ്രൊഡക്റ്റ് കാണാനും മാർജിനൽ കോസ്റ്റ് കാണാനൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ. മാർജിനൽ പ്രൊഡക്റ്റ് MP, MC, MR ഒക്കെ പഠിച്ചാണ്. മാർജിനൽ എങ്ങനെ കാണാം, ടോട്ടൽ ഡിഫറൻസ് ചേഞ്ച് അല്ലേ. അപ്പൊ മാർജിനൽ പ്രൊപ്പൻസിറ്റി കൺസ്യൂം ഇങ്ങനെ ഡെൽറ്റ വരും. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? യെസ്, ക്ലിയർ. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോയാലോ. സാറേ വൺ വേർഡിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ്, MPCയുടെ വാല്യൂ എന്തിന്റെയൊക്കെ മീൻസ് 0 and 1 അല്ലെങ്കിൽ 1 എന്തിന്റെ ഇടയിലാണ്? ഒരിക്കലും 1 എക്സസ് ആയി പോവില്ല, കാരണം രണ്ടുകൂടി കൂട്ടി ഒന്നല്ലേ കിട്ടാ. യെസ്, ക്ലിയർ ആയ മക്കളെ. രണ്ടും കൂടി കൂട്ടുമ്പോ ഒന്നാ കിട്ടും, ഒരിക്കലും ഒന്നിൽ കൂടുതൽ പോകില്ല. MPCയുടെ MPSന്റെ വാല്യൂ എപ്പോഴും 0-നും 1-നും ഇടയിലാണ്. അതേപോലെ ഇവിടെ ഉണ്ട് APC പ്ലസ് APS 1 ആണ്. APSും കൂട്ടിയാലും 1 തന്നെയാണ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ, അത് സെറ്റ് ആണ്. യെസ്, അടുത്തത് ഇൻ ആൻ ഇക്കോണമി ഇൻകം ഇൻക്രീസസ് ബൈ ആണ്, ബൈ. അപ്പൊ 100 രൂപ കൂടി നടത്തും, ബൈ അത്ര എമൗണ്ട് കൂടി. ആൻഡ് കൺസംഷൻ ഇൻക്രീസസ് ബൈ 60 ആണ്. അപ്പൊ MPC നമുക്ക് ആദ്യം കാണാം. MPC ഇക്വേഷൻ പറഞ്ഞ ടീച്ചറെ, MPC ഇക്വേഷൻ ഡെൽറ്റ C ബൈ ഡെൽറ്റ Y. അതായത് കൺസംഷൻ ഉണ്ടായ മാറ്റം. കൺസംഷനിൽ എന്ത് മാറ്റം ഉണ്ടായിരുന്നു നോക്കി, 60 ആണ് അല്ലെ. അപ്പൊ 60 ബൈ ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടായത്, 100. അപ്പൊ ആൻസർ ഈ 0.6. അപ്പൊ MPC 0.6 ആണെങ്കിൽ മക്കളെ MPS എത്രയായിരിക്കും ആർക്കും അറിയാൻ പറ്റും. MPC 0.6 ആണെങ്കിൽ MPS എത്രയായിരിക്കും ആര് പറയും മക്കളെ? ഹാൻഡ് റൈസ്. നിരഞ്ജൻ വിളിച്ചു സാറേ, പാവം നിരഞ്ജൻ കുറെ കൈ വീശിക്കൊണ്ടിരിക്കുന്നു. നിരഞ്ജൻ പറയണ MPS എത്രയായിരിക്കും പോലെ? 0.4. വെരി ഗുഡ്. അതായത് 1-ന് 0.6 കുറയ്ക്കുക. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ എത്രയാണ് ചേഞ്ച് ഉണ്ടായെന്ന്, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയില്ല. ഇതും കൂടെ നമുക്ക് ചെയ്യാം. When the income of a household ചിലപ്പോൾ ടേബിൾ പോലെ തരും കേട്ടോ, വൈ ഇൻകം കൺസ്ട്രക്ഷൻ ഒക്കെ ടേബിൾ ആയിട്ട് തരാറുണ്ട്. ഇവിടെ when the income of a household increases from 100 ആണ് to 120 ആയില്ലേ. ഓ, ഇൻകം 100-ൽ നിന്ന് 120 ആയി മക്കളെ. അപ്പൊ എത്രയാ ഇൻകത്തിനുണ്ടായ മാറ്റം? ഡെൽറ്റ വൈ ഇൻകത്തിനുണ്ടായ മാറ്റം എത്രയാ? 100-ൽ നിന്ന് 120 ആയി. എത്രയാ മാറ്റം കൗശികേ? 100-ൽ നിന്ന് 120 ആവുമ്പോ ഇൻകത്തിനുണ്ടായ മാറ്റം എത്രയാടാ? 20. വെരി ഗുഡ്. അപ്പൊ കൺസംഷൻ ഇൻക്രീസസ് ഫ്രം 80 to 95 ആ. 80-ൽ നിന്ന് 95 ആരെ വിളിക്കാം? 80-ൽ നിന്ന് 95 അപ്പൊ ഡെൽറ്റ C എത്രയാ? ആരെ വിളിക്കാം? ഹംദാൻ പറഞ്ഞോടാ. ആരാണ്? ഹംന, ഫാത്തിമ ഹംന. ഓക്കെ, ഫാത്തിമ പറയടാ. 15. അപ്പൊ എങ്ങനെ MPC ആണ് പറഞ്ഞിട്ട് പോയേ? അതായത് 15 ഡിവൈഡ് ബൈ 20. എത്രയാ 15 ഡിവൈഡ് ബൈ 20? മക്കളെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്ന് കൈവശം കാണിച്ചേ. കിട്ടിയവര് 15/20. 15/20 ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 15/20 MPC ആർക്ക് കിട്ടിയേക്കണേ? ജിൻസിയെ വിളിച്ചോ. ജിൻസി നോട്ടൊന്നും 0.75. യെസ്, വെരി ഗുഡ്. അപ്പൊ മക്കളെ MPS ആരെ വിളിക്കാം? നമുക്ക് ആരെ വിളിക്കാം സാറേ? നമുക്ക് ശ്രദ്ധിക്കാതിരിക്കുന്ന MPS ആര് പറയാം? MPS അബിൻ പറയടാ. അബിൻ അസീസെ. MPC 0.75 ആണെങ്കിൽ MPS എത്രയാടാ? MPS എത്രയാ പറയടാ? പറയുമോനെ? ഈ അഭിനയിക്കുന്നു വേണ്ട. MPC 0.75 ആണ്. MPS എത്രയാ? ആ, അഭിനയല്ലായിരുന്നു. കാണിച്ച എല്ലാവരും സെറ്റാണ് കഴിച്ച് കാണിച്ച്. യെസ്, ക്ലിയർ. ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ടോപ്പിലോട്ട് പോയാലോ? APC ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, സാറിനെ കാണിച്ചത് നമ്മൾ ഓൾറെഡി. APC പറയാൻ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. സെറ്റാണ് കഴിച്ച് കാണിച്ച എല്ലാവർക്കും APC സെറ്റ്. അടുത്ത ടോപ്പിക് കൺസംഷൻ ഫംഗ്ഷൻ. മക്കളെ കൺസംഷൻ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ ഇസ് കോൾഡ് എന്താ? കൺസംഷൻ ഫംഗ്ഷൻ. ഇൻകം കൺസംഷനിൽ എന്ത് റിലേഷൻഷിപ്പ് മക്കളെ? പോസിറ്റീവ് ആണ്. ഇൻകം കൂടുമ്പോ കൺസംഷൻ കൂടും, ഇൻകം കുറയുമ്പോ കൺസംഷൻ കുറയും. പുറത്ത് വെക്കാം. അപ്പൊ അത് കാണാൻ C = കൺസംഷൻ ഫംഗ്ഷൻ ആണ്. C = C ബാർ പ്ലസ് CY അല്ലേ ടീച്ചറെ? C = അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, പറയുന്നത്. ഓക്കെ, അങ്ങനെ കൺസംഷൻ ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കുമ്പോ ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പൊ ഇപ്പോഴും ഇക്വേഷൻ നോക്കണ്ടല്ലോ, ഇതിപ്പോ നോക്കണ്ട. അപ്പൊ ഓർത്തിരിക്കുക. C ബാർ കൂടി പറഞ്ഞിട്ട് നമ്മുടെ കൺസംഷൻ ഇക്വേഷൻ പറയാം കേട്ടോ. അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ എന്താന്ന് മാത്രം പഠിച്ചു വെക്കാം. ഇൻകവും കൺസംഷൻ തമ്മിലുള്ള ബന്ധമാണ് കൺസംഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും സെറ്റ് ആണ്? കഴിച്ച് കാണിച്ചേ. യെസ്, അടുത്ത ടോപ്പിക് സാറേ. യെസ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്.
അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ടു സെക്ടർ ഇക്കോണമി. ടു സെക്ടർ ഇക്കോണമിയിൽ എങ്ങനെ അഗ്രിഗേറ്റ് എന്താ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആർക്കെങ്കിലും പറയാമോ? എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് ആർക്കെങ്കിലും പറയാമോ മക്കളെ? പറയാമോ? ആര് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആർക്കൊക്കെ അറിയാം? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് ആർക്കൊക്കെ അറിയാം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആർക്കറിയില്ലേ? ആർക്കറിയില്ല മക്കളെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അധികം ഇട്ട് ഇവിടെ ആരും പറയേ അധികെങ്കിലും പറയും. അധികം പറയടാ. അല്ലല്ല അല്ലല്ല അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞ ടോട്ടൽ ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ കരുതും, ടോട്ടൽ ഡിമാൻഡ് എന്ന് കരുതും. ഓക്കെ, കൗശികയുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ കേട്ടോ. ഒരു രാജ്യത്ത് വരാവുന്ന എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം കേട്ടോ. ക്ലിയർ ആണ്? കൗശിക കാണിച്ചേ. അപ്പൊ എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സി പ്ലസ് ഐ. അപ്പൊ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലേ? സി എന്ന് പറഞ്ഞ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ ഫംഗ്ഷൻ ആണ്. കൺസംഷൻ ഫംഗ്ഷൻ. സി എന്ന് പറഞ്ഞ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന് ഇക്വേഷൻ നമുക്ക് നോക്കാം അല്ലെ? ഇക്വേഷൻ എടുത്തിട്ടുണ്ടോ? മക്കളെ ഓർത്ത് വെക്കുക, സി ബാർ പ്ലസ് സി വൈ. ഓക്കെ അല്ലേ? സി ബാർ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലെ? അതാണ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. സി ബാർ എന്ന് പറയുന്നത് എന്താ? എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓട്ടോണമസ് കൺസംഷൻ. എന്താ ഓട്ടോണമസ് കൺസംഷൻ പറഞ്ഞാ? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ഇല്ലെങ്കിലും, ഇൻകം സീറോ ആണെങ്കിലും അവിടെ ഒരു കൺസംഷൻ ഉണ്ടാവുന്നു. അതാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. മക്കളെ വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ ചെലവാക്കില്ലേ? കൺസംഷൻ ചെയ്യില്ല, കൺസ്യൂം ചെയ്യില്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതിരിക്കില്ല. നമ്മൾ കടം മേടിച്ചോ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കില്ലേ? അപ്പൊ അങ്ങനെ വരുമാനം ഇല്ലെങ്കിലും കൺസംഷൻ ഉണ്ടെങ്കിൽ അത്തരം കൺസംഷനെയാണ് എന്ത് വിളിക്കുക? ഓട്ടോണമസ് കൺസംഷൻ അഥവാ സി ബാർ എന്ന് പറയാം. സീയുടെ മുകളിലിട്ടാൽ അത് ബാർ ആണ്. അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ കാണുന്ന ഇക്വേഷൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എപ്പോഴും പറയുന്നത് സി ബാർ പ്ലസ് സി വൈ. സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ്, സി എന്ന് പറഞ്ഞാൽ എം പി സി. സി സ്മോൾ ലെറ്റർ സി ആണ്, സ്മോൾ ലെറ്റർ സി എം പി സി ആണ് കേട്ടോ. വൈ എന്ന് പറഞ്ഞാൽ ഇൻകം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ക്ലിയർ ആണ് ഇക്വേഷൻ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ അല്ലെ? അല്ലെങ്കിൽ ഐ ബാർ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെയിം തന്നെയാണ് കേട്ടോ. യെസ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. യെസ്, ഈ സി ബാറും സി വൈ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വന്നേ? ഈ കൺസംഷൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. പിന്നെ ഐ ബാർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും സെറ്റ് ആണ് മക്കളെ. യെസ് സെറ്റ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോയാലേ ടീച്ചറെ? പ്രോബ്ലം കാണിച്ചു സാറേ. യെസ് അയച്ചു ടീച്ചറെ വായിച്ചു. ഫസ്റ്റ് പ്രോബ്ലം എന്താണ് ഈ ചാപ്റ്ററിൽ? ഇൻ ഇക്കോണമി കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി ഈസ് ഈക്വൽ ടു 65 പ്ലസ് 0.75y. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഇൻവെസ്റ്റ്മെന്റ് 35 ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു AD ഈസ് ഈക്വൽ ടു പഠിച്ചു. എന്താണ് ടു സെക്ടർ ഇക്കോണമിയിൽ AD കാണുന്ന ഇക്വേഷൻ? ടു സെക്ടർ ഇക്കോണമിയില് സി പോരട്ടെ AD ഈസ് ഈക്വൽ ടു ലിലിയാണ് സാറ്. ലിലി കുറെ നേരം വെറുതെ ഇരിക്കണേ. ലിലിയ AD ഈസ് ഈക്വൽ ടു എന്താ? സി പ്ലസ് ഐ. വെരി ഗുഡ്. സി എന്ന് പറഞ്ഞ എന്തുവാ? സി എന്ന് പറഞ്ഞ എന്താ ലിലിയ? സി എത്രയോടെ? 65 പ്ലസ് 0.75y പ്ലസ് ഐ എത്ര? ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 35. അപ്പൊ ന്യൂമറിക്കൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ 65 35 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 100. അതിന് കാൽക്കുലേറ്റർ തപ്പടണ്ട്. 100 പ്ലസ് 0.75y. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടി. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്ക് എന്ത് കാണാൻ പറഞ്ഞിട്ട് പല ഇൻകം ലെവലില്, അതായത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 0.75y എന്നുണ്ടല്ലേ അല്ലെ? പല ഇൻകം ലെവലില്, അതായത് ഈ വൈയുടെ വാല്യൂ നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കാം. 200, 300, 400 അങ്ങനെ 500 വരെ ഇട്ടു. അതായത് നമുക്ക് y എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോളം വരയ്ക്കാം. y എന്ന് പറയുന്നത് ഇൻകം. അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുന്ന ഇപ്പൊ കിട്ടിയല്ലോ 100 പ്ലസ് 0.75y എങ്കിൽ നമുക്ക് അതിന് ആൻസറിലോട്ട് പോകാം. അപ്പൊ y എന്ന് പറഞ്ഞ ടീച്ചറെ എങ്ങനെയൊക്കെ y കൊടുക്കാൻ പറഞ്ഞ ഇൻകം? y 0, 100, 200, 300, 400, 500.
ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഒരു 300-400 വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ ഇങ്ക് ഇട്ട് കൊടുക്കാൻ പറയില്ല, ഡിഫറെന്റ് ഇങ്കർ ലെവൽസ് പറയുള്ളൂ. അപ്പൊ ഡിഫറെന്റ് ഇങ്കർ ലെവൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കൊടുക്കണം? 0 100 200 300 അങ്ങനെ വരെ കൊടുക്കാം. 3 ചെയ്താൽ മതി കേട്ടോ. യെസ്, അപ്പൊ AD നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? 100 + 0.75 into 0. യെസ്, y0 അല്ലേ ഫസ്റ്റത്തെ, അപ്പൊ 0 വരും. അപ്പൊ ആൻസർ ഈസ് 100. അടുത്തത് എന്ത് വരും? അടുത്തത് 100 + 0.75 into 100. 75 175. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഇത് കഴിച്ച് കാണിച്ചെല്ലാവരും ക്ലിയർ ആണോ? ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഇതൊരു ഡ്രോ ദ AD കർവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. നമുക്കറിയാം 0 എത്ര വരിക? മിക്കവാറും 0 ഫസ്റ്റ് 100 തന്നെയായിരിക്കും വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 100ന്റെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു ലൈൻ. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ക്ലിയർ ആണെങ്കിൽ ഇത് കഴിച്ച് കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇവിടെ ഒരു ടോപ്പിക് പഠിക്കണേ, നമ്മുടെ എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കമ്പോണന്റ് കൂടി പഠിക്കണം. ആഡ് ചെയ്തിട്ടില്ല ടീച്ചറെ? അതുകൊണ്ട് പഠിക്കണം കേട്ടോ. എക്സ് ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എക്സ് ആൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അങ്ങനെ കമ്പോണൻസ് കൂടി നോട്ട് ചെയ്ത് വെച്ചോട്ടെ. കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കേട്ടോ. നോട്ട് ചെയ്ത് എല്ലാവരും കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ചോദിക്കാറുണ്ട് എക്സാമിന്. യെസ്. അടുത്ത ടോപ്പിക് ആണ് അഗ്രിഗേറ്റ് സപ്ലൈ. സാറെ കാണിച്ചോളൂ. അഗ്രിഗേറ്റ് സപ്ലൈ 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന ഒരു കർവാണ് അഗ്രിഗേറ്റ് സപ്ലൈ. മകളെ 45 ഡിഗ്രിയിൽ വരുന്ന വേറൊരു കർവ് ഉണ്ടല്ലോ, ആർക്കെങ്കിലും പറയാമോ? 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന വേറൊരു കർവ് ഉണ്ട്, ആർക്കെങ്കിലും പറയാമോ? ആർക്കും അറിയില്ല. അവിടെ ചൂണ്ടിക്കാണിക്കണല്ലോ. അനുഭവം അവിടെ 45 ഡിഗ്രിയിൽ എന്താണുള്ളത്? അനുഭവം ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്ത് പറ? ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ? ആർക്കെങ്കിലും അറിയാമോ 45 ഡിഗ്രിയിൽ വരുന്ന ഇതുപോലെ വരുന്ന ഒരു കർവ് ഉണ്ടല്ലോ? ആര് പറയും മക്കളെ? ആരും പറയൂലേ മക്കളെ? ആർക്കും അറിയില്ല. പക്ഷെ വളരെ മോശമാണല്ലോ. ഒന്ന് ഗസ് ചെയ്യെങ്കിലും ചെയ്യ്. 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന അധികം ഉണ്ട്. ആരില്ലെങ്കിൽ അത് ഏതാ? യൂണിറ്ററി. അതേകദേശം ഇതിൽ തന്നെയാ വരും. ഒറിജിനിൽ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഉണ്ടല്ലോ ഒരു സാധനം, അറിയില്ല. ഇതേ ഫിഗറിൽ വരുന്നത് ആർക്കും അറിയില്ല. ഒരു ക്ലൂ വേണോ മക്കളെ? ക്ലൂ വേണമെങ്കിൽ കഴിച്ച് കാണിച്ചേ. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു കർവാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു കർവാണ്. ഇനിയെങ്കിലും പറയുകയാണെങ്കിലും ഒറിജിനിൽ നിങ്ങൾ ഒരു ലൈൻ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനില് ആദ്യം തന്നെ അത് ഞാൻ തന്നെ പറയാം. ഏതാ? TR. യെസ്, വെരി ഗുഡ്. TR കർവ് മക്കളെ. ടോട്ടൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ TR കർവും 45 ഡിഗ്രി ആംഗിളിലാണ് കേട്ടോ. കാരണം അത് ഈക്വൽ ആയിട്ട് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 45 ഡിഗ്രി ആംഗിളിലാണ് വരിക കേട്ടോ. അത് ഓർത്ത് വെക്കണേ. യെസ്. അപ്പൊ TR കർവും AS അഗ്രിഗേറ്റ് സപ്ലൈ ആണ് 45 ഡിഗ്രി ആംഗിളിൽ വരിക. അത്രയും പഠിച്ചാൽ മതി അല്ലെ? അതായത് ടോട്ടൽ സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ഇൻ ടു സെക്ടർ. വെരി സിമ്പിൾ ആണ്. നമ്മൾ എന്ത് അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എപ്പോഴും മുകളിൽ നല്ല വരിക. അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വരയ്ക്കുക. പിന്നെ ഒറിജിനിൽ 45 ഡിഗ്രി വരയ്ക്കുക. രണ്ടുകൂടി കൂട്ടിപ്പൊട്ടുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ, സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്. ഇതിന്റെ മുകളിൽ എങ്ങാനും ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് പോയിട്ട് അതിന്റെ ഗ്യാപ്പ് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഈ ഗ്യാപ്പ് ചോദിക്കാം. അതെന്തായിരിക്കും? ഈ ഗ്യാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഡെൽറ്റ ഐ ആണ് കേട്ടോ. ഡെൽറ്റ ഐക്ക് എങ്ങനെ മാറ്റങ്ങൾ വന്നാലാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച 2 സെക്ടറിൽ കേട്ടോ. 2 സെക്ടറിൽ ചിലപ്പോൾ ഡെൽറ്റ ജി വരാം. യെസ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് മുകളിലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ അതിന്റെ ഗ്യാപ്പ് അത് എന്തിന് റീസൺ ആകുമെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ഐ ഇൻവെസ്റ്റ്മെന്റിന് മാറ്റം വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക കേട്ടോ. യെസ്, ക്ലിയർ. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. യെസ് മക്കളെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഈക്വിലിബ്രിയം ഇൻകം. അതിന് മുമ്പ് 2 സെക്ടർ ഇക്കോണമിയിൽ ഈക്വിലിബ്രിയം ഇക്വേഷൻ ആര് പറയും? വൈ സ്റ്റാർ ആണ് ഈക്വിലിബ്രിയം ഇൻകത്തിന്റെ ഇക്വേഷൻ പറയാനുള്ള. ആര് പറയും ഈക്വിലിബ്രിയം ഇൻകം? 2 സെക്ടർ ഇക്കോണമിയിൽ ഈക്വിലിബ്രിയം ഇൻകം ഇക്വേഷൻ ആര് പറയും? 2 സെക്ടർ ഇക്കോണമിയിലെ ഈക്വിലിബ്രിയം ഇൻകം ഇക്വേഷൻ മക്കളെ പറയും. ഹെഡ് ഹാൻഡ് റൈസ്. ആരില്ലേ? നമ്മൾ തന്നെ പറയേണ്ടി വരുന്നു. വന്നല്ലോ ഭാഗ്യം. റെജിലെ നന്ദിനി ടീച്ചറെ. റെജിലെ പറയും. എന്താടാ? A bar by 1 minus C. A bar divided by 1 minus C. Yes, ഇനി നന്ദിനി പറഞ്ഞോ. A bar എന്താ നന്ദിനി? ഏതൊക്കെ ബാറുകൾ തമ്മിൽ കൂട്ടുമ്പോഴേ A bar കിട്ടുക?
യെസ് വെരി ഗുഡ്. അപ്പൊ സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 സെക്ടർ ഇക്കോണമിയിൽ Y സ്റ്റാർ ഈക്വിലിബ്രിയം ഇൻകം ഇക്വേഷൻ ആണ് സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ ആണ്. നമുക്കറിയാം സി ബാർ എവിടെ നിന്ന് കിട്ടാം? നമുക്ക് അവിടെ സി എന്ന് പറയുന്ന എന്താ സാധനം? സി ബാർ പ്ലസ് സി വൈ ആണ് അല്ലെ? അപ്പൊ സി ബാർ എത്രയാ മക്കൾ? ഒന്ന് നോക്കിയേ. സി ബാർ എത്രയാ? സി ബാർ എത്രയാ? സി ബാർ 20 ആണ്. അടുത്ത ഐ ബാർ. ഐ ബാർ എന്ന് പറഞ്ഞാലും ഐ എന്ന് പറയുന്ന സ്പോട്ട് സെയിം ആണ്. ഐ ബാർ എത്രയാ ടീച്ചറേ? 20. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാലോ. ഇത് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എം പി സി ആണ്. അതായത് സി സ്മോൾ ലെറ്റർ സി ആണ്. സി എത്രയാ വരുന്നത്? 0.8 ആണ്. നമുക്ക് ഇനി ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സി ബാർ 20 പ്ലസ് ഐ ബാർ 20 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.8. That is 40 divided by 0.2. മക്കളെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? 40 divided by 0.2. ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. സാർ ഒരാൾ വിളിച്ച് ഇഷ്ടമുള്ള ആൾ വിളിച്ചു. ആതിര എത്ര ആൻസർ ഇടാ? ആതിര 40 by 0.2 എത്രയാ? കാൽക്കുലേറ്റർ എവിടെ? അതാണ് തിരിഞ്ഞു തോന്നുന്നു കാൽക്കുലേറ്റർ എടുക്കാൻ വേണ്ടി. അങ്ങനെ തിരിഞ്ഞതിന്റെ അടുക്കളേക്ക് നോക്കിയിരിക്കുന്നോ? ശരി ശരി. ഇപ്പോഴാണ് കാൽക്കുലേറ്റർ അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നില്ല. ആരാണ്? നെഹല പറയട്ടെ. നെഹല ഒട്ടും ശ്രദ്ധയിലായിട്ട് നെഹല പറയും. എത്ര ആൻസർ? 200 ആണ് കൈവശി കാണിച്ച മക്കളെ. ഇതാണ് ഈക്വിലിബ്രിയം ഇൻകം. ക്ലിയർ ആണോ മക്കളെ? കൈവശി കാണിച്ച് നോക്കട്ടെ. കഴിഞ്ഞില്ലേ? ഇത്രയും മതി. അത് വേണ്ട. അടുത്ത ഏതാ? കഴിഞ്ഞില്ലേ? യെസ് അത് വേണ്ട. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഇതിലല്ലേ വരണേ? അതുകൂടി പറയാം. യെസ് മക്കളെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് അതും കൂടി പഠിക്കണം ഈ ചാപ്റ്ററിൽ കേട്ടോ. വാട്ട് ഈസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്? വളരെ സിമ്പിൾ ആണ്. ഞാൻ ഒരു കഥ പോലെ വേണമെങ്കിൽ പറഞ്ഞുതരാം. കഥ കേൾക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ഓൾറെഡി നേരത്തെ കഥകൾ പറഞ്ഞില്ലേ? ഗ്രേറ്റ് ഡിപ്രഷൻ. മക്കളെ ആർക്ക് കഥ വേണം? ആർക്ക് വേണ്ടത്? എല്ലാവർക്കും അറിയുന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. മക്കളെ ഒരു രാജ്യത്തെ MPS കൂടിയത് കൊണ്ട് ഒരിക്കലും ആ രാജ്യത്തെ ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല. ടോട്ടൽ സേവിങ്സ് എന്താകാം? ഒന്നില്ലെങ്കിൽ കുറയുകയോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുകയോ ചെയ്യാം. ഈ സിറ്റുവേഷനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണ്? കൈശി കാണിച്ചേ. വളരെ സിമ്പിൾ ആണ് ഓർത്തിരിക്കാൻ. യെസ് അതായത് ഒരു രാജ്യത്തെ MPS കൂടിയത് കൊണ്ട് ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല. ടോട്ടൽ സേവിങ്സ് ഒന്നില്ലെങ്കിൽ കുറയുകയോ കോൺസ്റ്റന്റ് ആവുകയോ ചെയ്യാം. ഈ സിറ്റുവേഷനെ പറയുന്ന പേരാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ക്ലിയർ ആണ്? ക്ലിയർ ആണ് മക്കളെ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കി എഴുതാം? If the MPS in an economy has increased, it may not lead to increase in total savings. Instead, the total savings may remain constant or decrease. This tendency is known as paradox of thrift. Clear ആണെങ്കിൽ ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് കഴിച്ച്. ക്ലിയർ ആണ് മക്കളെ? ഈ കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ എത്ര ചാപ്റ്റർ? 5 ചാപ്റ്റർ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുന്ന എക്കണോമിക്സ് 80 ആയിരിക്കും എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾ എല്ലാവരിൽ നിന്ന് 80 മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവ നന്നായി പഠിച്ച് അവിടെ എക്കണോമിക്സിൽ പോയില്ല. ആ ക്ഷീണം നിങ്ങൾ എക്കണോമിക്സിൽ തീർക്കണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പൊ ബാക്കി നമുക്ക് 4 ചാപ്റ്റേഴ്സ് നമുക്ക് 18 ഡിസ്കസ് ചെയ്യാം. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. വെയിറ്റ് ചെയ്യുന്നു.